ഞാൻ ആ കൈ എടുത്ത് മാറ്റിക്കോട്ടെ എന്ന് വയ്ക്കും. അവരുടെ മനസ്സിലെന്താ, അതാണ് ദാറ്റ് ഈസ് ദ റിയൽ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. പലപ്പോഴും ഒരു 4 ഫാമിലിയെങ്കിലും ടോട്ടലി എഗെയിൻസ്റ്റ്. കേരള സ്റ്റേറ്റിൻ്റെ നിയമങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ലത്. ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത് ഒരാളല്ല. കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, എവിടെ ഡൊണേഷൻ ഉണ്ടെങ്കിലും ഒരു കിഡ്നി പോകുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. ഡോക്ടർ കൂടുതലും ചെയ്ത് കണ്ടിട്ടുള്ളത് കൈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, പക്ഷെ കാലെന്തുകൊണ്ടാണ് പരിഗണനയിലില്ലാത്തത്? ഈ ബോൺ പിടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് വെസൽസ് പിടിപ്പിക്കും, എന്നിട്ട് തുറക്കുമ്പോൾ കൈയൊക്കെ ഒന്ന് ചുമക്കുമ്പോഴാണ് പ്ലാസ്റ്റിക് സർജറിയിലുള്ള പ്ലാസ്റ്റിക് എന്താണ്? ലൈപ്പോസക്ഷൻ ആണ് വേറൊരു കോമൺ കോസ്മെറ്റിക് സർജറി. 6 പാക്ക് ആക്കാം, അവിടെ വരച്ച് ബ്രസ്റ്റ് റിഡക്ഷൻ ആണോ അതോ എൻഹാൻസ് ചെയ്യലാണോ കൂടുതൽ നടക്കുന്നത് കേരളത്തിൽ? പിന്നെ ബട്ടക്സ് ഇപ്പോൾ ഉണ്ട്, പക്ഷേ അത് കുറയ്ക്കാനാണോ കൂട്ടാനാണോ സർജറി? രണ്ടുമുണ്ട്. വെപ്പുകയെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ടവർക്ക് മുന്നിൽ പ്രതീക്ഷയുടെ നാളമായി മാറിയ ഒരു ഡോക്ടറുണ്ട് ഇങ്ങ് കേരളത്തിൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മെഡിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായി മാറിയ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യറാണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ. സ്വാഗതം ഡോക്ടർ. 2015 ഇന്ത്യയിലെ ആദ്യത്തെ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതുവരെ പ്രോസ്തെറ്റിക് വെപ്പുകൈ മാത്രമായിരുന്നു ആളുകളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ മുൻ മാതൃകകളില്ലാത്ത ഒരു കൈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് എങ്ങനെയാണ് ഡോക്ടർ എത്തുന്നത്? ഒരു 28 വയസ്സുള്ള പയ്യൻ്റെ പടക്കം പൊട്ടിയിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ചികിത്സിക്കുക. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈകൾ മുറിച്ചു മാറ്റണം. ആ കൈകൾ മുറിച്ചു മാറ്റിയപ്പോൾ അവരും ഫാമിലിയും ഒക്കെ ചോദിക്കേണ്ടി, എന്തെങ്കിലും രീതിയിൽ നമുക്ക് വേറെ കൈ വയ്ക്കാൻ പറ്റുമോ? അതൊക്കെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. യു തിങ്ക് വെദർ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ആദ്യമായിട്ട് യൂറോപ്പിലാണ് ഒന്ന് ചെയ്തതെങ്കിലും വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് ചെയ്തത് അമേരിക്കയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെ കുറേ സെൻറ്റേഴ്സ്, യൂറോപ്പിലെ കുറേ സെൻറ്റേഴ്സ് 1-2 കേസുകൾ കുറച്ച് ഉള്ള രീതിയിൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഒരു നമ്മൾ സാധാരണ മെഡിക്കൽ ജേണലുകളിൽ വായിക്കുക, അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ കേൾക്കുക, അതാണ്. അങ്ങനെയാണ് ഇങ്ങനെയൊരു സർജറി ഉള്ളതായിട്ടും അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു ടീം ഉണ്ടാക്കാനും അത് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി പ്രിപ്പറേഷൻ എന്ത് വേണമെന്ന് ആലോചിക്കാനും ഒക്കെയുള്ള ഒരു ഇത് തുടങ്ങിയത്. എന്നിട്ട് ആ പടക്കം പൊട്ടിയ പയ്യൻ്റെ കൈ മാറ്റിവെക്കാൻ പറ്റിയിരുന്നോ? ആ തോട്ട് പ്രോസസ്സ് അങ്ങനെ വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് അവരുമായിട്ടുള്ള കോൺടാക്റ്റ് ആക്ച്വലി പോവുക ചെയ്തത്. ഇതിനൊക്കെ ഗവൺമെൻറ് സാങ്ഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വിദഗ്ധ കമ്മിറ്റികളുണ്ട്, അവർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി അത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്, അവർക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് 2 വിദഗ്ധ സമിതികൾ 2-3 പ്രാവശ്യം വന്ന് ഞങ്ങൾ കറക്റ്റാണെന്നുള്ളത്, കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിന് പറ്റും എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഒരു അപ്രൂവൽ തരും. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി, ഇങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെയുള്ള ഒരു സംസാരത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് കേട്ടറിഞ്ഞ് 2 പേര് ഞങ്ങളെ സമീപിച്ചത്. ഈ ആദ്യമായിട്ട് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത 2 പേരും അങ്ങനെയാണ് വന്നത്. ഡോക്ടറൊക്കെ തന്നെ പഠിക്കുന്ന കാലത്ത് നമ്മൾ പലതും ചെയ്ത് പഠിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് പഠിക്കുന്നില്ലല്ലോ. അപ്പം ആ ഒരു പരിശീലനമില്ലായ്മേനെ എങ്ങനെയാണ് മറികടന്നിട്ടുണ്ടായിരുന്നത്? ഹാൻഡ് ട്രാൻസ്പ്ലാന്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ, നമുക്കൊരു കൈ കിട്ടി തിരിച്ച് പിടിപ്പിക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് പിടിപ്പിക്കുക, അതാണ് ടെക്നിക്കൽ തിങ്. ഇത് ഞങ്ങൾ പ്ലാസ്റ്റിക് സർജന്മാർ ആദ്യം മുതലേ ചെയ്യാറുള്ളതാണ്. അറ്റുപോയ വിരൽ ഇല്ലെങ്കിൽ കൈ ഒക്കെ കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക് ബാഗിലിട്ട് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് റീപ്ലാന്റ് എന്നാണ് പറയുക. അതായത് അവരുടെ തന്നെ ഈ റീപ്ലാന്റിൽ ഞങ്ങളൊക്കെ ഒരു 4-5 ഡോക്ടർമാരെങ്കിലും ഞങ്ങളുടെ സംഘത്തിൽ അതിൽ പ്രാവീണ്യമുള്ളവർ ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ റീപ്ലാന്റും ട്രാൻസ്പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഏറ്റവും വലിയ വ്യത്യാസം, ഇത് വേറൊരാളുടെ കൈയാണ് കൊണ്ടുവയ്ക്കുന്നത്. അത് വേറൊരാളുടെ കൊണ്ടുവയ്ക്കുമ്പോൾ അത് നമ്മുടെ ശരീരം അത് വേണ്ടാന്ന് പറയുന്ന ഒരു ഇതാണ് സാധാരണ. ഫോറിൻ ബോഡിയാണ് റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ റിജക്ഷന് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇമ്മ്യൂണോസപ്രഷൻ, നല്ല ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ കൊടുക്കണം. ഇപ്പോൾ കിഡ്നി
എടുത്ത് വേറൊരാളുടെ അടുത്ത് വെക്കുമ്പോൾ അവർ ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം. ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ പഠിച്ച സമയത്തൊന്നും ഒരിക്കലും ഇങ്ങനെയൊരു സിറ്റുവേഷനിലേക്ക് പഠിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടർമാർ അവരുടെ എക്സ്പെർട്ടീസ്, അവർ കൊടുക്കുന്ന മരുന്നും ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിന് കൊടുക്കുന്ന മരുന്നും എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത്, ഞങ്ങൾക്ക് അതിൻ്റെ പരിമിതി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം സമീപിച്ചത് ഞങ്ങളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അതിലെ ഫിസിഷ്യൻസ് ഉണ്ടല്ലോ, പിന്നെ ഒരു കൂട്ടായ ചർച്ചയായിരുന്നു അവർക്ക് ഇതിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വലിയൊരു ഒബ്സ്റ്റക്കിൾ മാറിക്കിട്ടി. എക്സ്പെർട്ടീസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ആ മെഡിക്കൽ പാർട്ട് നോക്കാൻ ആളുണ്ടാവും. പിന്നെ ഈ വേണ്ടത് ഫിസിയോതെറാപ്പി, അത് ഞങ്ങളുടെ ഹാൻഡ് എന്ത് സർജറി കഴിഞ്ഞാലും ഫിസിയോതെറാപ്പി വേണം. ഇപ്പോൾ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും നല്ല ബന്ധമുണ്ട്, നല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടും ചേർന്ന് സംസാരിക്കുമ്പോൾ അവർക്കും കുഴപ്പമില്ല. ഹാൻഡ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള പെത്തോളജി, അതും ഇവർ എല്ലാവരും പുതിയതാണെന്ന് വിചാരിക്കണം. ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിൽ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരു ഇതുമില്ല. അതുപോലെ ട്രാൻസ്പ്ലാന്റ് ICU, ഈ ICU ഇവിടെയുണ്ട്, പക്ഷേ ഇതിലേക്ക് മോഡുലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ടീമിനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കൊണ്ടാണ് മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായത്. ഇതിന് മുന്നോടിയായിട്ട് ചെയ്ത തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു? അതായത് കെഡാവറിൽ എന്തോ ചെയ്ത് പരിശീലിച്ചെന്നൊക്കെ കേട്ടു. കുറേ ചെയ്യേണ്ടി വന്നു, കാരണം ഇത് പുസ്തകത്തിൽ വായിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ തന്നെ കെഡാവർ ലാബ് ഇതുണ്ട്, കെഡാവർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യം ഞങ്ങൾ അതിൽ പരിശീലനം ചെയ്തിരുന്നു. കാരണം കൈയുടെ ഈ പല ലെവലിൽ പല അനാറ്റമിയാണ്. ഓരോ ലെവലിൽ വരുമ്പോൾ സ്ട്രക്ചേഴ്സ് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വ്യത്യാസമുണ്ട്, ഇവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ലെവലിലും ഞങ്ങൾ കട്ട് ചെയ്തിട്ട് തിരിച്ചു പിടിപ്പിക്കുന്നത് കഡാവറിൽ ചെയ്ത് ഒരു ഉദ്ദേശം ഓരോ പ്രൊസീജിയറിനും 2 പ്രാവശ്യമെങ്കിലും ചെയ്ത് കാണും. എന്നിട്ട് അത് വീഡിയോ എടുത്ത് വയ്ക്കുക. ആദ്യത്തെ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് മനു എന്ന് പറഞ്ഞ ഒരു മലയാളിയിലാണല്ലോ. അദ്ദേഹത്തെ സെലക്ട് ചെയ്യാനും അത് ആദ്യ ട്രാൻസ്പ്ലാന്റ് ആയി മാറുന്നതിനും പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ. ഏതോ ഒരു TV ചാനലിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് സർജറിയിലെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിന് ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞത്. അത് ഇവൻ്റെ ചേട്ടൻ അനിയനും കേട്ടു. മൂകാംബിയിലേക്ക് മറ്റേ ട്രെയിനിൽ പോകുമ്പോൾ രാത്രി കുറച്ച് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ആണ് ഇവൻ അവരെ ഉപദ്രവിക്കുന്നത്, അവരെ ഫാമിലീസിനെയൊക്കെ ഹരാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒബ്ജക്റ്റ് ചെയ്തപ്പോൾ തള്ളിയിടുക ചെയ്തു. അടുത്ത ദിവസം നോക്കിയപ്പോൾ കൈ ഇല്ല. ഇവൻ എന്നിട്ട് ഒരു റെക്ലൂസായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഈ ഓൺ ദ വെർജ് ഓഫ് സൂയിസൈഡ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിതകാലം മുഴുവൻ കഴിക്കാൻ പറ്റില്ല. അത് ആ ഗ്രേവിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഇവരും വന്നത്. ഈ ലെവലിലാണ് ഡിജിറ്റൽ ഹാൻഡാണ് നമുക്ക് ടെക്നിക്കലി കുറച്ചുകൂടെ കുറേ സ്ട്രക്ചേഴ്സ് കൂടുതലുണ്ടെങ്കിലും ചെയ്തിട്ടുള്ള റിസൾട്ട് അതിലേറ്റവും കൂടുതൽ വരിക കൈപ്പത്തി മാത്രമാകുമ്പോൾ. അപ്പോൾ അതും കൂടെയാണ് യങ് ഫെല്ലോ വിത്തൗട്ട് എനി ഡിസീസ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നോക്കുക ചെയ്തു. ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെ ഡോണറെ കിട്ടുക എന്നുള്ളതാണല്ലോ. ഈ മനുവിൻ്റെ കാര്യത്തിൽ ഡോണർ എങ്ങനെയാണ് എത്തിപ്പെടുന്നത്, അവരെങ്ങനെയാണ് കൗൺസിൽ ചെയ്യുന്നത്? കാരണം ആ കാലഘട്ടത്തിൽ ഈ കൈ മുറിച്ചു മാറ്റാനൊക്കെ അല്ലേ ഓക്കെ ആവാൻ സാധ്യതയും കുറവാണല്ലോ. ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നു. ഓർഗൻ ഡൊണേഷൻ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഈ കിഡ്നിയും ലിവറും ഒക്കെ ആണെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു കിഡ്നി കൊടുക്കാൻ കുറച്ച് ഭാഗം. പക്ഷേ ഹാർട്ട്, ലങ് ഒക്കെ മരിച്ചവരിൽ നിന്ന് എടുക്കാവുള്ളൂ, അതായത് ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞ്. കൈയും അതുപോലെയാണ്, നമുക്ക് മരിച്ചവരുടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ആ ഡോണറിൻ്റെ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഇല്ലെങ്കിൽ ബ്ലീഡിങ് വന്നിട്ട് അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുക. ആ ഫാമിലി അന്ന് ഏറ്റവും വിഷമമുള്ള സമയത്തിൽ കൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. ആ സമയത്താണ് ഓർഗൻ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണിത്. അത് ചെയ്യാമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഹാർട്ടും ലങ്ങും ബാക്കിയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. പിന്നെ അതെടുക്കുമ്പോൾ ആകെ ശരീരത്തിലൊരു ചെറിയ മുറിവിട്ടാൽ മതി. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മുറിവിട്ട് കഴിഞ്ഞാൽ ഏത് ഓർഗനും എടുത്തിട്ട് തിരിച്ചു വയ്ക്കാം. പക്ഷേ കൈയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. കൈ കട്ട് ചെയ്തെടുക്കുക എന്നാലേ പറയാൻ പറ്റുള്ളൂ. കൈ മുറിച്ചെടുക്കുക. ആ കേൾക്കുമ്പോൾ തന്നെ പറയുമ്പോഴും വിഷമമാണ്, കേൾക്കുമ്പോഴും വിഷമമാണ്. നമ്മുടെ ഈ കൈ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും കൈ എടുത്ത് മാറ്റിയിട്ട് ഞങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ കൈ വെച്ചിട്ടേ തരുള്ളൂ. അപ്പോൾ അറിയില്ല. പക്ഷേ ആ പറയുന്ന ഇതും കേൾക്കുന്ന പ്രക്രിയ മറ്റേ ട്രാൻസ്പ്ലാന്റ് പോലെയല്ല. ഇത് എങ്ങനെ പറയണം എന്നുള്ളത് ഞങ്ങൾ ആദ്യം പഠിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഫാമിലിയുടെ റെസ്പോൺസ് വാസ് പലപ്പോഴും ഒരു 4 ഫാമിലിയെങ്കിലും ടോട്ടലി എഗെയിൻസ്റ്റ്. നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം അവർ
എന്തോ നല്ല മനസ്ഥിതി കൊണ്ടാണ് ഈ ഓർഗൻ ഡൊണേഷൻ സമ്മതിക്കുന്നത്. നമ്മൾ ഈ കൂടുതൽ പറഞ്ഞ് മറ്റേ ഓർഗനും കൂടെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ യു കോൺ പ്രസ്. ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചാണ്. എനിക്ക് തന്നെ മനസ്സുകൊണ്ട് തോന്നിയിട്ടുണ്ട് ഇത് എന്തെങ്കിലും നടക്കുമോ എന്നുള്ള സംശയമായിരുന്നു. പക്ഷേ അവസാനം മനുവിന് കിട്ടിയത് അതൊരു വേറൊരു സ്റ്റോറിയാണ്. ആക്ച്വലി ഇന്ത്യയിൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് തുടങ്ങാൻ തന്നെ ഒരു കാരണം ആ രീതിയിലുള്ള ഒരു ഫാമിലി ഉണ്ടായതാണ്. ഈ ബിനോയ് എന്നാണ് മനുവിൻ്റെ കൈ കൊടുത്ത ആളുടെ പേര്. അവരൊക്കെ സോഷ്യലി ആക്റ്റീവ് ആൾക്കാരാണ്. അവൻ്റെ അച്ഛൻ 12 വർഷമായിട്ട് പാരലൈസ്ഡാണ്, എന്നിട്ട് കിടപ്പിലാണ്. എന്നിട്ട് ഈ ബിനോയാണ് എന്നും ഈ അച്ഛനെ കുളിപ്പിക്കുകയും ഇതുമൊക്കെ ചെയ്യുന്നത്. ഈ ബിനോയ് ഇങ്ങനെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസിന് വേണ്ടി ഇറങ്ങിപ്പോയപ്പോഴാണ് ബൈക്ക് ആക്സിഡൻറ്റിൽ വന്നിട്ട് ഈ ഇത് ഇങ്ങനെയായി. അവർ കൊണ്ടുവന്ന് ഇങ്ങോട്ടാണ്. പിന്നെ പഠിച്ചത് ഈ മനുവിൻ്റെ അബ്ദുൾ എന്ന് പറഞ്ഞ് വേറെ ഉണ്ടായിരുന്നു. 2 പേരുടെയും ഫോട്ടോ കാണിച്ചിട്ടാണ്, ഫോട്ടോയും വീഡിയോയും കാണിച്ചിട്ട് അവർ വിഷമിക്കുന്ന വീഡിയോ ഇത് കാണിച്ചിട്ട് ഇവർക്ക് ഈ കൈ കിട്ടുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇവൻ്റെ പഴയ ജീവിതത്തിൻ്റെ ഇത് ഓർത്തിട്ട് അത്രയും നല്ല കൈകളാണ്, പുണ്യം ചെയ്ത കൈകൾ, അത് വേറൊരാൾക്ക് ഇവൻ മരിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ നന്നായിക്കോട്ടെ, ആ ഒറ്റ ഇതിലാണ് അവർ സമ്മതിച്ചത്. അതാണ് ദാറ്റ് ഈസ് ദ റിയൽ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ആൻഡ് ഇറ്റ് കെയിം ഔട്ട് വെരി വെൽ. ബിക്കോസ് ഞാനിപ്പോഴുണ്ട് അനശ്വരമാണ് ഈ കൈകളിലേക്ക് സ്വർഗീയം ഇത്രയും നല്ല ആ രീതിയിലൊക്കെ മാതൃഭൂമിയിലും ഇതിലുമൊക്കെ മെയിൻ ഇതായിട്ടുണ്ടായിരുന്നു ഫോട്ടോയൊക്കെ വെച്ചിട്ട്. ദാറ്റ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് അവെയർനെസ്. മാതൃഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു അഫ്ഗാൻ പൗരന്റെ കൈ മാറ്റി വെച്ചതിന്റെ ഒരു ചിത്രത്തിന് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ എടുത്തൊരു ചിത്രത്തിന് ഒരു അവാർഡ് കിട്ടിയിരുന്നു. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു നിലവിലുള്ള അവസ്ഥ എന്താണ്? പുള്ളി എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്? അഫ്ഗാൻ ആർമിയിലെ ക്യാപ്റ്റനായിരുന്നു. അങ്ങേരുടെ മെയിൻ പ്രൊഫഷൻ വാസ് മൈൻസ് എടുത്ത് മാറ്റുക, നിർവീര്യമാക്കുക. അങ്ങനെ ചെയ്തപ്പോൾ എന്തോ ആണ് ഈ ആക്റ്റീവ് മൈൻസ് എന്തോ ആയിരുന്നു. അങ്ങനെയാണ് 2 കൈയും പോയത്. അങ്ങനെ എന്നിട്ട് ഇറാൻ ആദ്യം പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ വന്നു. അങ്ങനെയാണ് ഈ അബ്ദുലിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡോണറിൻ്റെ പേര്. മനുവിൻ്റെ കഴിഞ്ഞിട്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ് ജോസഫിൻ്റെ ചെയ്തത്. ജോസഫ് ഇവിടെ അടുത്ത് ഒരിടത്ത് വെച്ചിട്ട് സ്കൂട്ടർ ആക്സിഡൻറ്റിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബ്രെയിൻ ഡെഡ് ആയിരുന്നു. അന്ന് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് കുറച്ച് വർത്തമാനം പറയാൻ ഈ മനുവിൻ്റെ കൈകൾ തന്നെ നമുക്ക് കാണിക്കാം. ഇത് ബിനോയ് കൊടുത്ത കാര്യവും അത് അങ്ങനെ വന്നിട്ട് അവർ സമ്മതിച്ചു. നമ്മൾ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈ ലെവലിലൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ കുറച്ച് മൂവ്മെൻറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫുൾ മൂവ്മെൻറ്റ് കിട്ടാൻ 1 വർഷം എടുക്കും. പക്ഷേ അബ്ദുള്ളാണെങ്കിൽ ഇരുന്ന് ശ്രമിച്ച് ഒരു 8 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം ഓർഗൻ ഡൊണേഷനൊക്കെ ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട്. ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ്. നമ്മൾ അതിനെ റെസിപ്രിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അബ്ദുളിനെ കൊണ്ട് തന്നെ ഒരു ഇത് കൊടുക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് എ വലിയ കാര്യം. ഇതിൻ്റെ ഡോണേഴ്സിൻ്റെ അടുത്തുനിന്ന് ഈ അവയവം കിട്ടാനേ ഈ മരിച്ച ശേഷം മാത്രമല്ലേ പറ്റുള്ളൂ. ഇത് സ്വീകർത്താവ് ഉണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയാണ് അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കും? സാധാരണ ഞങ്ങൾ എപ്പോഴും ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് ദൂരെ നിന്നുള്ളവരാണ് ദേ ഹാവ് ടു റീലൊക്കേറ്റ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ പേര് ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്നുള്ളവരെയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ അമൃതയുടെ ചുറ്റുപാടും എവിടെയെങ്കിലും വീടെടുത്തൊക്കെ. കാരണം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ ബ്രെയിൻ ഡെഡ് ആണോ എന്നറിയുന്നത് ഇപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ബ്രെയിൻ ഡെഡ് ആണ്. അവരുടെ കൗൺസിലിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ഡൊണേഷൻ ചെയ്യാമെന്ന് പറയുന്നത് മേ ബി ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വിതിൻ 6 to 8 hours അവരെ ഓർഗൻ ഡൊണേഷന് പോകുമ്പോൾ അപ്പോൾ ഇവരെ വിളിച്ച് ഇവർക്ക് മരുന്ന് കൊടുത്തിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി അനസ്തീസ്യ കൊടുത്ത് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. സോ അങ്ങനെ വരുമ്പോൾ ടൈം ഗ്യാപ്പ് വളരെ കുറവാണ്. സോ ദേ ഹാവ് ടു സ്റ്റേ നിയർ ബൈ. അപ്പോൾ ഈ അഫ്ഗാൻ പൗരൻ ഇത് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതെ, ഇവിടെ ഈ ഹാഡ് ടു സ്റ്റേ. ബട്ട് കുറച്ച് ലക്കിയായിരുന്നു. കാരണം ഒരു വിത്തിൻ ഐ തിങ്ക് 8 months കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഡൊണേഷൻ നടന്നു. 3ാമത്തെ ശ്രേയ വാസ് ദ ഏറ്റവും ഫോർച്ചുനേറ്റ്. കാരണം ലിസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അവർ ഷീ കെയിം ആൻഡ് അങ്ങനെ. പക്ഷേ ചിലർ 3 വർഷം 4 വർഷം ഇരുന്നിട്ടും കിട്ടാതെ പോയവരുണ്ട്. അതും നടക്കാം. ഈ വിദേശത്തു നിന്ന് വന്നവരായിട്ടൊക്കെ പിന്നീട് കോണ്ടാക്ട് ഉണ്ടോ? ഈ അബ്ദുളിന്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? അബ്ദുളിൻ്റെ കാര്യം കഷ്ടമാണ്. അബ്ദുൾ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പേഷ്യൻ്റ് ആയിരുന്നു. എല്ലാ വർഷവും വരുമായിരുന്നു. ആൻഡ് തിരിച്ചു പോയിട്ട് അദ്ദേഹത്തിന്
അന്ന് പഴയ പഴയ ഈ ഇപ്പോഴത്തെ ഇതല്ല റെജിമല്ല, അതിൻ്റെ പഴയ റെജിമിൽ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തു, മേജറാക്കി ഇത് കഴിഞ്ഞിട്ട്. ഞങ്ങൾക്ക് അവിടെ മേജറായിട്ടുള്ള ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ അവിടെ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ അയച്ചു തരുമായിരുന്നു, ഇടയ്ക്ക് വരുമായിരുന്നു. 5-6 വർഷം ആയപ്പോഴത്തേക്കും തിരിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൽ ബോംബ് വെച്ച് അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് കൊണ്ട് ഹി വെൻ ബാക്ക് ആൻഡ് ലീവ്ഡ് ഹിസ് ഓൺ ലൈഫ്. അങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹം തിരിച്ച് ആർമിയിൽ ജോയിൻ ചെയ്യാൻ. അത് സാധിച്ചു. കുറഞ്ഞ കാലമാണെങ്കിലും ആഗ്രഹം സഫലമാക്കി ജീവിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇറ്റ് ഈസ് ഐ മീൻ ഹീറോയിക് ഡെത്ത് വാട്ട് വി കോൾ ഫോർ എ സോൾജിയർ. അത് പിന്നീട് ജോസഫിന്റെ ഫാമിലി അറിഞ്ഞിരുന്നു. എല്ലാവർക്കും സങ്കടമായി, ഞങ്ങൾക്ക് സങ്കടമായിരുന്നു, ജോസഫിൻ്റെ ഫാമിലിക്കും സങ്കടമായിരുന്നു. കാരണം എല്ലാവർക്കും ഈ വാസ് എ ഒരു വളരെ ലവബിൾ ക്യാരക്ടറായിരുന്നു ഇവിടെ വരുമ്പോൾ. ഡോക്ടറെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു മൊത്തം പ്രക്രിയയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത് ഈ ഡോണേഴ്സിനെ കണ്ടെത്തലും അവരെ കൺവിൻസ് ചെയ്ത് കൗൺസിൽ ചെയ്ത് എടുക്കലും ആയിരിക്കും തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നോകളും കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ കേട്ടിട്ടുള്ള നോകളെയൊക്കെ എന്ത് പറഞ്ഞാണ് മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളത്? എന്താണ് അവർക്ക് കൂടുതലുണ്ടാക്കിയ ആശങ്കകൾ? ഡോണേഴ്സിൻ്റെ ഫാമിലിയിൽ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൾ ആ ഫാമിലിയുടെ ആരൊക്കെ അവിടെ ഉണ്ടെന്നുള്ളതാണ്, ഡിസിഷൻ മേക്കിംഗ് ആരാണെന്നുള്ളത്. പലപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ഓഫ് തോട്ട്സ് ഉണ്ടല്ലോ, അതിലാണ് പലപ്പോഴും ഓർഗൻ ഡൊണേഷൻ ഇല്ലാതെയാവുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, യു ഹാവ് ടു അക്സെപ്റ്റ് ദെയർ മെൻ്റൽ സ്റ്റേറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അതിൽ അങ്ങനെയുള്ള ഇടത്ത് നമ്മൾ പറഞ്ഞ് ഇത് ചെയ്യുമ്പോഴാണ് ഏറ്റവും വിഷമം. അതും കൈയൊക്കെ ആകുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം മ്യൂട്ടിലേറ്റിംഗ് ആണ്. കാഴ്ചയിൽ കാണാം. നമ്മൾ പറയുന്നതാലോ ഞാൻ ആ കൈ എടുത്ത് മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലെന്താ കൈ മുറിച്ച് മാറ്റുക എന്നല്ലേ തോന്നുക. അത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലർക്കൊക്കെ ഇതുണ്ടാവും. അപ്പോൾ കൈ ഒഴിച്ചിട്ട് വേറെ എന്ത് വേണേൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൻസേഴ്സും ഉണ്ട്. ഈ മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞ പ്രശ്നമില്ല, മെയിലിന് മെയിലിൻ്റെ തന്നെ ഫീമെയിലിന് ഫീമെയിലിൻ്റെ തന്നെ എന്നുള്ളൊരു പ്രശ്നമില്ല. ബയോളജിക്കലി ഇല്ല. പക്ഷേ നമ്മൾ എപ്പോഴും ആ കിട്ടുന്ന ആളുടെ സൈസും കൊടുക്കുന്ന ആളുടെ സൈസും ജസ്റ്റ് ഒന്ന് നോക്കും. കാരണം വല്ലാതെ മിസ്മാച്ച് ആണെങ്കിൽ ലെങ്ത്തിൻ്റെ ഇതും വണ്ണത്തിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ കുറച്ച് വിഷമമാണ്. പക്ഷേ മോസ്റ്റ്ലി മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ടു മെയിൽ ഡിസൈഡ് ചെയ്യുന്നത് കൂടുതലും, ബാക്കിയെല്ലാം കറക്റ്റാണെങ്കിൽ കൂടുതലും ഡിസൈഡ് ചെയ്യുന്ന ആ റിസീവിങ് ആളാണ്. ഒരു പുറത്തുനിന്ന് വന്ന, അത് ഞങ്ങളുടെ ഒരു ഇതാണ്, ആ ഒരു അറബ് കൺട്രീസിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്. ആ പയ്യനാണ്, അവന് വാസ് വെരി റിലക്റ്റൻറ്റ് ടു ഹാവ് എ ഫീമെയിൽ. അത് ഒന്നും ക്വസ്റ്റ്യൻ, നമ്മൾ ഇതിലൊന്നും ഡോണ്ട് ക്വസ്റ്റ്യൻ എനിത്തിങ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ദം ഡോണ്ട് ബോദർ. ഈ മാച്ച് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിൻ്റെ ക്രൈറ്റീരിയകൾ എന്താ? ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നോക്കുമോ? ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആവുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ സെയിം ബ്ലഡ്, നമ്മളിപ്പോൾ ബ്ലഡ് കൊടുക്കുന്നില്ലേ, ഓ ഈസ് എ യൂണിവേഴ്സൽ ഡോണർ, എ ബി ഈസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എന്ന് പറഞ്ഞാൽ എ ബിക്ക് ആരുടെയും ബ്ലഡ് എടുക്കാം, ഓയ്ക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഓയ്ക്ക് ഓ ഗ്രൂപ്പ് മാത്രമേ കിട്ടാവുള്ളൂ. ആ പ്രിൻസിപ്പിൾ ഇതിലുണ്ട്. കൊടുക്കുന്ന ആളുടെ സിറം എടുത്തിട്ട് അതിൽ ഈ കിട്ടുന്ന ആളുടെ ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ട് അത് മിസ്മാച്ച് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പിടിപ്പിച്ചിട്ട് വരുമ്പോൾ മരുന്ന് കൊടുത്താലും ഈ ആൻറ്റി ഇമ്മ്യൂണോസപ്രസൻസ് കൊടുത്താലും അക്യൂട്ട് റിജക്ഷൻ ഉണ്ടാവാം. സോ ഗ്രോസ് മിസ്മാച്ച് ആണ്. ക്രോസ് മാച്ചിങ്ങിൽ മിസ്മാച്ച് ആണെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകില്ല. കൈമാറ്റയേക്കാൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്തുടരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം. അതിന് തയ്യാറായിട്ടുള്ളവർ മാത്രമേ കഴിക്കാവുള്ളൂ. അത് ഈ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റിജക്ഷൻ കുറയ്ക്കാനുള്ളത്. അത് ലൈഫ് ലോങ് തന്നെ വേണം. അതുകൂടാതെ ആദ്യത്തെ ഒരു 3 ആഴ്ച നല്ല രീതിയിൽ പ്രതിരോധ ശക്തി കുറയുന്ന സമയമാണ്. അന്ന് അവരെ ഐസൊലേറ്റ് ചെയ്ത് വളരെ വളരെ സൂക്ഷിച്ച്, കാരണം യാതൊരു അധികം കോണ്ടാക്റ്റൊന്നും ഇല്ലാത്ത രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ. കാരണം അന്നൊരു വലിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫേറ്റൽ ഓൾസോ. 1 മാസം കഴിഞ്ഞാൽ ഉടനെ ഈ ഫിസിക്കൽ തെറാപ്പി തുടങ്ങണം, നമ്മുടെ മൂവ്മെൻറ്റിനുള്ള കാര്യങ്ങൾ. അത് ദേ ഹാവ് ടു കണ്ടിന്യൂ ഫോർ അറ്റ്ലീസ്റ്റ് 1 ഇയർ. ഈ സർജറി കഴിഞ്ഞാലും ഒരു ഉദ്ദേശം 1 വർഷത്തോളം ഇവിടെ താമസിക്കണം. കാരണം നന്നായിട്ട് ചെയ്താലും വരും. ഈ ഇമ്മ്യൂണോ സപ്രഷൻ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പം അതിനെ റിജക്റ്റ് ചെയ്യാൻ നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം മെനക്കെട്ട് പണിയെടുക്കുന്നുള്ളതാണല്ലോ. അപ്പം നമ്മുടെ പ്രതിരോധത്തിൻ്റെ ഒരു ശക്തി കുറയ്ക്കാനാണല്ലോ ഈ മരുന്ന് കൊടുക്കുന്നത്. അപ്പം മൊത്തത്തിൽ അവർക്ക് ഈസി ആയിട്ട് രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും അതിലില്ലേ ശരിക്കും പറഞ്ഞാൽ? അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും
വലിയൊരു ഹേർഡിൽ ഈ ഇമ്മ്യൂണോസപ്രസൻസ് സ്റ്റിറോയിഡ്സൊക്കെ കൊടുക്കുമ്പോൾ ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുണ്ടാവാം, അതേപോലെ ബ്ലഡ് പ്രഷർ കൂടുതലുണ്ടാവും, ഇൻഫെക്ഷൻ്റെ ചാൻസ് ബാക്കിയുള്ളവരെക്കാട്ടിലും കൂടുതലാണ്. അത് ഇനീഷ്യൽ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ. ഒന്ന് ഈ വയറ്റിനകത്തുണ്ടാകുന്ന ഡയറിയ ഉണ്ടാക്കുന്ന CMV ഇൻഫെക്ഷൻ, അതൊക്കെ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ഓൾസോ. ചെറിയ രീതിയിൽ ചില ക്യാൻസർ, അതായത് ലിംഫോമ ഇല്ലെങ്കിൽ അതിൻ്റെ ഏർലി ആയിട്ടുള്ള ഫേസ്, അതൊക്കെ ട്രാൻസ്പ്ലാന്റിൻ്റെ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ചിലർക്ക് മാത്രം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള മെയിൻ പ്രോബ്ലങ്ങൾ വരിക. അതുകൊണ്ട് ഒരു വളരെ ലാഘവമായിട്ട് നമുക്ക് ഒരിക്കലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഗൗരവം കിട്ടുന്നവരുടെ ഫാമിലിക്കും ഡോക്ടർമാർക്കും ഉണ്ടാവണം. ഈ 2 കൈയും നഷ്ടപ്പെട്ട ഒരാളെയാണ് ഇത്തരത്തിൽ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പരിഗണിക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് ഡോക്ടർ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താണ്? അതിപ്പോഴും അങ്ങനെ തന്നെയാണോ തുടരുന്നത്? ഇപ്പോൾ ഒരു ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് രോഗി നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഹെൽത്തി ആയിരിക്കും. അവർക്ക് കൈ പോയി എന്നുള്ള, ഈ മനുവിനെ എടുത്തു കഴിഞ്ഞാൽ അവന് വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കൈകളില്ല. പക്ഷേ ഇപ്പോൾ മനു കുറച്ച് ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് ഇപ്പോൾ 10 വർഷമായി 11 വർഷമായി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. ഈ 11 വർഷത്തിന് നോർമലായാലും ചിലപ്പോൾ ബ്ലഡ് പ്രഷർ വന്നു എന്ന് വരാം. ഇമാജിൻ, നിങ്ങളുടെ ജീവിതം 80 വയസ്സുണ്ടെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ചിലപ്പോൾ കുറഞ്ഞു പോകും. അത് ഫാക്റ്റാണ്. ഈ മരുന്നുകൾ ലൈഫ് ലോങ് കഴിക്കുമ്പോൾ. അത് ഞങ്ങളൊരു സയൻറ്റിഫിക് സ്റ്റഡിയും നടത്തിയിട്ടുണ്ട്. നല്ല ഈ ടൈം ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞൊരു സ്റ്റഡി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എത്ര വർഷം നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ ബൈലാറ്ററൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ്, ബൈലാറ്ററൽ കൈ പോയിട്ടുള്ളവർ പറയുന്നത് 10 വർഷമോ 15 വർഷമായാലും കുഴപ്പമില്ല, പോയാൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം കൈയോടുകൂടി ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ബെനിഫിറ്റ് ഓഫ് ദ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ഈസ് മാക്സിമം ഇൻ ബൈലാറ്ററൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ആലോചിച്ചു, 2 കൈയും ഇല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ഈച്ച് ആൻഡ് എവറിത്തിങ് യു ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ സംബഡി. യു ഡോണ്ട് വാണ്ട് ടു ലിവ്. അപ്പോൾ ജീവിതത്തിൽ ഒരു 5 വർഷം പോയാലും കുഴപ്പമില്ല. 5-10 ഞങ്ങളുടെ സ്റ്റഡിയിൽ 10 വർഷം പോയാലും കുഴപ്പമില്ല. ബാത്റൂമിലെങ്കിലും ഒന്ന് പോകാൻ പറ്റണം എന്നുള്ളതായിരിക്കും. അതെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലൈഫ്, ദാറ്റ്സ് എ ബിഗ്. നമ്മളത് കൈകളുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ ഇതറിയില്ല. യൂണിലാറ്ററൽ കൈ, ഒരു കൈ പോയവർക്ക് അത്രയും വിഷമമില്ല. ഒരു കൈ ഉണ്ട്, മറ്റേ കൈ ഇല്ല, സപ്പോർട്ടിനില്ല എന്നേ ഉള്ളൂ. അവർക്ക് ഇത്രയും വലിയൊരു മരുന്ന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകണോ ഇല്ലയോ എന്നുള്ളത് ആസ് എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണ് ആദ്യം തന്നെ ഞങ്ങളൊരു ആദ്യത്തെ ഡിസിഷൻ എടുത്തത്. നമ്മൾ തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ വെച്ചിട്ട് 70,000-80,000 ആവും ഒരു വർഷം ടെസ്റ്റുകളൊക്കെ കൂടെ. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥയിൽ യു കനോട്ട് പുട്ട് എവരിബഡി ജസ്റ്റ് ഫോർ ഫാൻസിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. ഈ സർജറി സമയത്തെ ആദ്യം തുന്നി ചേർക്കുന്നത് എന്താണ്? എല്ലാണോ, മറ്റേ മസിൽസ് ആണോ, രക്തക്കുഴലാണോ? ഇത്രയധികം ഞരമ്പുകളും പിന്നെ അതുപോലെ രക്തക്കുഴലുകളും ഒക്കെ കറക്റ്റ് പൊസിഷനിൽ ചേർത്ത് വെക്കണമല്ലോ. കയ്യിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരു 35-40 സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, ഓരോന്നെല്ലാം കൂടെ. 2 എല്ല്, ഇവിടെ ആകുമ്പോൾ 1 എല്ല്, ബാക്കി ഒരു 2 ആർട്ടറി, ഒരു 5-6 വെയിൻ, പിന്നെ വള്ളികൾ ഇഷ്ടം പോലെ, നെർവ് ഇഷ്ടം പോലെ. അതിൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എല്ലിനെയാണ് വയ്ക്കുക എവിടെയായാലും. കാരണം അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. കാരണം എല്ല് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവും. എല്ല് വയ്ക്കുന്ന പ്ലേറ്റൊക്കെ വെച്ചിട്ടാണ്, പിന്നെ അത് അനങ്ങേയില്ല. ആ അനങ്ങാൻ തരത്തിൽ നമുക്ക് പിന്നെ ഉള്ളത് അടുത്തത് രക്തക്കുഴൽ പിടിപ്പിക്കുക. ആ ഒരു ആർട്ടറി പിടിപ്പിക്കുക, 1-2 വെയിൻ പിടിപ്പിച്ചിട്ട് അതിനെ തുറന്നു വിടുക. അപ്പോഴാണ് ഈ ബ്ലഡ് ഫ്ലോ തിരിച്ചു വരുന്നത്, കയ്യിലേക്ക് ജീവിച്ചു തുടങ്ങുന്നത്. ഇതുവരെയുള്ള സമയം നമ്മൾ റേസിങ് അഗെയിൻസ്റ്റ് ടൈമാണ്. കാരണം ഇവിടെ കൈ റെഡിയാക്കുന്നു, അവിടെ നിന്ന് കൈ വരുന്നു, ആ കൈ പ്രിപ്പയർ ചെയ്യണം. ഇതിനൊക്കെ കൂടെ ഒരു 3-4 മണിക്കൂർ എടുക്കും. അവിടെ നിന്ന് കൈ വരുമ്പോഴത്തേക്കും വരുന്നതിനുള്ള ട്രാവൽ ടൈമും കൂടെ കൂട്ടണം. നമ്മുടെ പെർമിസിബിൾ ടൈം ഒരു 7 to 8 hours നോർമലി നമ്മൾ ഈ കൈ തിരിച്ചു വയ്ക്കാൻ രക്തോട്ടമാണ്. അപ്പോൾ ഈ രക്തോട്ടം ഉണ്ടാക്കുന്നത് വരെ വി ആർ റിയലി റേസിങ്, എങ്ങനെയെങ്കിലും സ്പീഡിൽ ആക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ റിലാക്സാണ്, കുഴപ്പമില്ല. ബ്ലഡ് ഫ്ലോ ഒക്കെ വന്നെങ്കിൽ പിന്നെ നമുക്ക് സാവകാശത്തിൽ ഓരോ സ്ട്രക്ചറും പതുക്കെ നോക്കി നെർവ്, ടെൻഡനൊക്കെ കൂടെ പിടിപ്പിക്കാൻ പറ്റും. എല്ലാം കൂടെ ഒരു ഉദ്ദേശം 16 to 18 hours എടുക്കും 2 കൈയും പിടിപ്പിച്ച് വരുമ്പോൾ. എത്ര പേര് ടീമിലുണ്ടാവും? ഒരു 40 പേരോളം മെഡിക്കൽ ടീം. അതിൽ അനസ്തെറ്റിസ്റ്റ്, ഓർത്തോപെഡിക് സർജൻ, ഞങ്ങളുടെ സർജന്മാരെല്ലാവരും കൂടെ. അതിൽ മെയിൻ സർജന്മാരും കുറച്ച് അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ഒരു 40 പേര്. പിന്നെ ഉള്ളത് ഈ നഴ്സിംഗ് സ്റ്റാഫ്. അത് നല്ലൊരു നമ്പർ വേണം. കാരണം 4 ടേബിൾ ഒരേ സമയത്ത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കൈ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ കിട്ടുന്നവരുടെ കൈ ഇവിടെ 2 ടേബിളിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും.
മറ്റേ 2 ടേബിളിൽ ഈ കൊണ്ടുവരുന്നവരുടെ കൈ പ്രിപ്പയർ ചെയ്യണം. എല്ലാം ഒരു 2 മണിക്കൂറോളം എടുക്കും ഓരോന്ന് പ്രിപ്പയർ ചെയ്ത് വരാൻ. ആ സമയം വരെ 4 ടേബിൾ റൺ ചെയ്യണം. അതിനുള്ള OT സ്റ്റാഫ് ഉണ്ടാവണം, സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അതും ഒരു ഉദ്ദേശം ഒരു അറൗണ്ട് 40 ആൾക്കാരുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ICUയിൽ പോകുമ്പോൾ ICU കെയറും കുറച്ച് ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വാർഡിലെ കെയർ, അതുകൂടാതെ റീഹാബിറ്റേഷൻ കെയർ, എല്ലാം കൂടെ ഒരു അറൗണ്ട് 100 പീപ്പിൾ വിൽ ബി ഇൻവോൾവ്. 16 മണിക്കൂർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡോക്ടേഴ്സും ഷിഫ്റ്റ് ആയിട്ടാണോ അതോ ത്രൂ ഔട്ട് ഉണ്ടാവുമോ? മിക്കവാറും എല്ലാവരും ആ പരിസരങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരും. അപ്പോൾ വേറൊരാൾ ചെയ്യും, അങ്ങനെയായിരിക്കും. പക്ഷേ വി ഓൾ വിൽ ടേക്ക് ടേൺസ് ടു ടേക്ക് സം റെസ്റ്റ് ഓൾസോ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയേ ഉള്ളൂ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാവരും ആ പ്രദേശത്തുണ്ടാവും. ഈ ശസ്ത്രക്രിയയുടെ ഇടയിൽ ആദ്യഘട്ടത്തിലുള്ള ഒരു സക്സസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വരുന്നത് ഈ ബോൺ പിടിപ്പിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് വെസൽസ് പിടിപ്പിക്കും, ആർട്ടറിയും വെയിനും. എന്നിട്ട് തുറക്കുമ്പോൾ കൈയൊക്കെ ഒന്ന് ചുമക്കുമ്പോഴാണ് ഇറ്റ് ഈസ് സക്സസ്. അതായത് ടിൽ ദാറ്റ് ടൈം ഇവിടെയൊന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ വെച്ചിട്ടാകുമ്പോൾ ഏറ്റവും വലിയ പാടാണ്. അത് കഴിഞ്ഞിട്ട് കൈ മുഴുവൻ ഒന്ന് ബ്ലഡ് ഫ്ലോ വരുന്നു, അതിൽ ഇത് വയ്ക്കുമ്പോഴത്തേക്ക് ഓക്സിജൻ കാണുന്നു എന്നൊക്കെ പറയും. ആ മൊമെൻ്റാണ് ഏറ്റവും വലിയൊരു. ഈ രക്തക്കുഴൽ ഫങ്ഷനിങ് ആണെന്നുള്ളത് ചോര പോകുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ അറിയാം. പിന്നെ കൈയൊക്കെ ചോക്കും, കൈ ചോക്കും. പക്ഷെ ഈ ഞരമ്പുകളുടെ കാര്യമാണെങ്കിൽ നെർവിൻ്റെ കുറേ ടൈം എടുക്കും. നെർവിൻ്റെ നമ്മൾ അറിയേണ്ട കാര്യമില്ല, നന്നായിട്ട് ചെയ്യാന്നുള്ളൂ. അതിൻ്റെ ഗ്രോത്ത് ഒരു സ്ലോ പ്രോസസ്സാണ്. സ്ലോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് മന്ത്സ്. പക്ഷേ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇത്ര സമയം കൊണ്ടെത്തും, ഒരു ഇത് തന്നെയുണ്ട്. ഇവിടെയാണെങ്കിൽ അത്രയും സമയം കൊണ്ട്. അപ്പോൾ നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് ആഴ്ചയ്ക്കൊക്കെ ഒന്നുകിൽ സെൻസേഷൻ ടെസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ മൂവ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നീഡിലുള്ള ഇലക്ട്രോഡ്. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും അത് വരുന്നുണ്ടോ എന്നുള്ള അറിയാം. ദാതാവിൻ്റെ ഈ അവയവങ്ങളുണ്ടല്ലോ, അപ്പോൾ കൈ ആണെങ്കിലും എന്താണെങ്കിലും എപ്പോഴും ഐസിലിട്ടിട്ടാണല്ലോ വെക്കുക. അപ്പോൾ പൊതുവേ നമ്മൾ ഐസിലിടുക നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ, സാധാരണക്കാരുടെ ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും കേടാവാതിരിക്കാനാണ്, ചീഞ്ഞു പോവാതിരിക്കാൻ എന്നൊക്കെയാണ് നമ്മുടെ ഒരു ബുദ്ധിയിൽ വരുന്നത്. ശരിക്കും ഈ കൈ ഐസിലിടുന്ന പർപ്പസ് എന്ന് പറയുന്നത് ശരിക്കും എന്താ? മെഡിക്കലി കൈ ആവട്ടെ, ഹാർട്ട് ആവട്ടെ, ലങ് ആവട്ടെ, ലിവർ ആവട്ടെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിന് രക്തോട്ടമില്ല. രക്തോട്ടം എന്തിനാണ്? നമ്മുടെ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഒരു എന്തിനാണെങ്കിലും ന്യൂട്രീഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. ബ്ലഡ് വഴിയാണ് നമ്മുടെ ന്യൂട്രീഷൻ കിട്ടുക. ഇത് നമ്മൾ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ ഔട്ട് ഓഫ് ന്യൂട്രീഷൻ വരുമ്പോൾ ഓരോ സെല്ലും ഡൈ ചെയ്ത് പോകും. അങ്ങനെയാണ് ഓർഗൻ ഫെയിലിയർ വരിക. അപ്പോൾ നമ്മൾ ഇത് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് കൂൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഐഡിയ മെറ്റബോളിസം കുറയ്ക്കുക. അപ്പോൾ ഓക്സിജൻ റിക്വയർമെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ നന്നായിട്ട് കോൾഡ് ആണെങ്കിൽ ഓക്സിജൻ റിക്വയർമെൻറ്റ് ഒട്ടും തന്നെ വേണ്ടിവരില്ല. അപ്പോൾ സെൽ ഡെത്തിനെ അതിന് കുറയ്ക്കും. ഡയറക്റ്റായിട്ടല്ല ഐസ് വയ്ക്കുക, കവർ ചെയ്തിട്ട്. ഐസ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ തൊലിയൊക്കെ ചീത്തയാവും. അതിന് പകരം നന്നായിട്ട് കവർ ചെയ്ത് പ്ലാസ്റ്റിക് ബാഗിൽ ഐസ് വയ്ക്കുമ്പോൾ എല്ലാം അതിൻ്റെ ഉദ്ദേശം ഈ കൊണ്ടുപോകുന്ന ഓർഗൻ്റെ ഓക്സിജൻ റിക്വയർമെൻറ്റ് കുറച്ചിട്ട് സെൽ ഡെത്തിനെ കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ റിസർച്ചിൽ ലോങ് ഡിസ്റ്റൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് വരുന്നുണ്ട്. പല ലിവറിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ലിവർ എടുത്ത് മാറ്റിയിട്ട് ഒരു പെട്ടിയിലാക്കി ഓക്സിജനേഷൻ ഉള്ള ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഐസിൻ്റെ സഹായത്തോടെ ആണെങ്കിലും എത്ര സമയം വരെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും? കൈയൊക്കെ വലിയ സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് ഒരു അപ് ടു 6 to 8 hours ഒക്കെ ഈസി ആയിട്ടിരിക്കും. ഞങ്ങളുടെ ഇതിൽ ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഡിലേ ഇൻ ട്രാൻസ്പോർട്ടൊക്കെ വന്നിട്ട് എബൌട്ട് 14 hours ഒക്കെ കഴിഞ്ഞിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനറലി സ്പീക്കിംഗ് 6 to 8 hours നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. ഈ സ്വീകർത്താവിനെ സംബന്ധിച്ച് ഈ അപകടം പറ്റി കൈ മുറിഞ്ഞു പോയതിന് ശേഷം എത്ര കാലത്തിൻ്റെ ഉള്ളിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അല്ലെങ്കിൽ അവയവം മാറ്റി വെക്കണം എന്നുണ്ടോ? അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ? അങ്ങനെ ഒട്ടും തന്നെ ഇല്ല. കാരണം പക്ഷേ നേരത്തെ പാടില്ല. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് കൈ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരികയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് സംസാരിക്കുക ഹോപ്പ് കൊടുത്തു എന്ന് വരാം. പക്ഷേ ഒരിക്കലും അത് ചെയ്യുന്നതിനെക്കുറിച്ച് മുമ്പോട്ട് പോകില്ല. പ്രധാന കാര്യം, നമ്മളൊരു മുറിവുണ്ടായി കഴിഞ്ഞിട്ട് ടിഷ്യൂസൊക്കെ ഉണങ്ങി അതിൻ്റെ ഇതൊക്കെ നീരൊക്കെ പോകാൻ ഉദ്ദേശം സാധാരണ ഞങ്ങൾ പറയും ഒരു വർഷമൊക്കെയാണ് പറയുക, 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആവും. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കൈ കിട്ടിയിട്ട് അതിനെ പരിപാലിക്കുന്നത് വലിയ റെസ്പോൺസിബിൾ കാര്യമാണ്. അപ്പോൾ അതിന് കാഷ്വലായിട്ടിരിക്കാൻ പറ്റില്ല. ആ കാഷ്വൽനെസ് മാറണമെന്നുണ്ടെങ്കിൽ
ഈ കൈ ഇല്ലാത്തതിൻ്റെ വിഷമം അവർക്ക് ശരിക്കും മനസ്സിലായാൽ മാത്രമേ ഇങ്ങനെ ഈ കൈ കിട്ടിയതിൻ്റെ ഗുണവും അതും മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ 1 ഇയർ പീരീഡൊക്കെ കൊടുക്കുന്നത്. ഈ ആർമിയിലുള്ള ഒരാൾക്ക് ഒരു കൈ നഷ്ടപ്പെട്ട ഒരാൾക്ക് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, പിന്നീട് അവർക്ക് ആർമിയിൽ ജോയിൻ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുമോ? ഈ ആർമിയിലുള്ള ആൾക്ക് ചെയ്യാൻ പോകുന്ന ആളാണ് ചെയ്തിട്ടില്ല. അവരുടെ കണ്ടീഷൻ അതും ആക്ച്വലി ഇന്ത്യൻ ആർമി അല്ല, ഇറാഖി ആർമിയാണ്. ഇന്ത്യൻ ആർമിയാണെങ്കിൽ പിന്നെ അനുവദിക്കുമോ എനിക്ക് അറിയില്ല. പക്ഷെ ആർമി എന്നുള്ള കുറേ പേര് ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആർമിയിൽ തന്നെ 1-2 ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തിരിച്ച് സർവീസിലേക്ക് അല്ല, ഞങ്ങൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിരുന്ന 2 പേര് ചെയ്തിട്ട് അവർക്ക് തിരിച്ച് ജോലി കിട്ടിയിട്ടുണ്ട്. വർക്കിൻ്റെ ഇടയ്ക്ക് ഷോക്ക് അടിച്ചവർ കർണാടകത്തിൽ നിന്നുള്ള അവനൊക്കെ തിരിച്ച് ജോലിക്ക് പോയി. ഷോൾഡർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്, ഇന്ത്യയിൽ ആദ്യം, വേൾഡിൽ 3ാമത്തെയാണ്. അവനെ തിരിച്ച് ജോലിക്ക്, അവന് ഫുള്ളി ഫങ്ഷനൊന്നുമല്ല, പക്ഷേ ദേ ഗിവ് അനദർ ജോബ് ടു ഡു ദാറ്റ്. അപ്പോൾ അതേപോലെ ആർമി എവിടെയായാലും മോസ്റ്റ്ലി ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ദം ബാക്ക് ആൻഡ് ദെൻ ഗിവ് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ജോലി. ഡോക്ടർ കൂടുതലും ചെയ്ത് കണ്ടിട്ടുള്ളത് കൈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, പക്ഷെ കാലെന്തുകൊണ്ടാണ് പരിഗണനയിലില്ലാത്തത്? കൈയുടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇൻട്രിക്കേറ്റ് മൂവ്മെൻറ്റ്സ് ആണ്. ഇൻട്രിക്കേറ്റ് മൂവ്മെൻറ്റ്സ്, അതേപോലെ സെൻസേഷൻ വേണം, തൊട്ടാലറിയണം. പിന്നെ ബയോണിക് ഹാൻഡ്സ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും കൈയുടെ അത്രയും ഇത് കിട്ടില്ല. കാരണം വെള്ളത്തിൽ തൊടാൻ പറ്റില്ല, തൊട്ടറിയുന്നത് സെൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് തൊട്ട് മനസ്സിലാക്കുന്നതൊക്കെ. അതൊന്നും മെഷീൻ കൈകൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് കയ്യിൽ ഓൾവേസ് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് സ്കോർസ് ബെറ്റർ ദാൻ ഈ മറ്റേ പ്രോസ്തറ്റിക്. പക്ഷെ കാലിൻ്റെ അങ്ങനെയില്ല. കാലിൻ്റെ സ്ട്രക്ചറലി നമുക്ക് ആവശ്യം ഒരു നല്ല സ്റ്റേബിളായിട്ടുള്ള ഇതും, അതുപോലെ മുട്ടിൻ്റെ താഴേക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം നമുക്ക് ആകെ പത്തി കുറച്ച് അനങ്ങുന്നത് വേണം. കാലിൻ്റെ പ്രോസസ്സസിൻ്റെ ഡെവലപ്മെൻറ്റും നന്നായിട്ടുണ്ട്. പിന്നെ കാല് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയുണ്ട്. അപ്പോൾ ആ സെൻസേഷൻ തിരിച്ചു വരുന്നത് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് സെൻസേഷൻ ഇല്ലാത്ത കാലാണെങ്കിൽ ഒട്ടും യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട്സ് ആർ നോട്ട് ഗുഡ്. സെക്കൻഡ്ലി ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ പ്രോസ്തസിസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് കാലിൻ്റെ ട്രാൻസ്പ്ലാന്റ് അധികം ചെയ്യാറ്. മാത്രമല്ല ഈ കൈയിൻ്റെതാണെങ്കിൽ നമുക്ക് തൊട്ടറിയാന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, കൊണ്ട് നടക്കില്ല എന്നുള്ളതും കൂടി. ഡോക്ടർ ഒരുപാട് സർജറികൾ ചെയ്തിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഹാൻഡ് ട്രാൻസ്പ്ലാന്റും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഡോക്ടറാണ്. അതിലേറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ എന്ന് പറയാനുണ്ടാവും. അങ്ങനെ ഒരു ഡോക്ടറോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം ഒത്തുചേർന്ന് എല്ലാ റിസൾട്ടും കറക്റ്റായ എല്ലാം ഈസി ആയി തോന്നിയ ഒരു കേസ് ഉണ്ടോ? ഫസ്റ്റ് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത മനു ഉണ്ടല്ലോ, ഞങ്ങൾ അവന് ഈ 1 വർഷം കഴിഞ്ഞാൽ ഉടനെ ഇവിടെ തന്നെ ജോലി കൊടുത്തു, അമൃതയിൽ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന മനുവാണ്. ഇതിൻ്റെ കോർഡിനേറ്റർ. ഇവിടെയുള്ള ഇതുവരെ ചെയ്തു പോയിട്ടുള്ളവരൊക്കെ കോണ്ടാക്റ്റ് എല്ലാവരും വിളിക്കുന്ന മനുവിനെ വിളിക്കുള്ളൂ. എന്തെങ്കിലും മരുന്ന് ഷെഡ്യൂൾ ചെയ്യാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും, അതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. പിന്നെ അതേപോലെ പുതിയതായിട്ട് വരുന്ന ഹാൻഡ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വരുന്നവർ, അവർക്ക് ഈ മനുവിൻ്റെ അടുത്ത് കണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ 10 പ്രാവശ്യം പറയുന്നതിലും എളുപ്പമാണ്. അതേപോലെ ഡോണറിന് ഞാൻ എല്ലാ ഡൊണേഷൻ കൗൺസിലിങ് ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ഫാമിലീസിൻ്റെ അടുത്ത് ചോദിക്കാൻ വിഷമാണ്. ഞങ്ങൾ ചോദിക്കുന്നതിൻ്റെ എത്രയോ എളുപ്പമാണ് മനുവിന് ചോദിക്കുന്നത്. കൈ കാണിച്ചിട്ടാണ് പറയും, ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ഇതാണ് ഈ നിങ്ങൾ കൈ കൊടുത്താൽ കിട്ടാൻ പോകുന്നത്. അത് നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞാലും ഈ 1 പ്രാവശ്യം കാണുന്നതിൻ്റെ ഇതുണ്ടാവില്ല. ശ്രേയ ഇന്ത്യയിലെ ആദ്യത്തെ അപ്പർ ആം ലെവലിൽ ചെയ്തതാണ്. ആ കുട്ടി പൂനെയിൽ നിന്നുള്ളതാണ്, മാംഗ്ലൂർ പഠിക്കുകയായിരുന്നു, എൻജിനീയറിംഗ് പഠിക്കുകയായിരുന്നു. ബസ് ആക്സിഡൻറ്റ് വന്നത്. എന്നിട്ട് ഈ കുട്ടിക്ക് പ്രോസ്തറ്റിക് കൈയൊക്കെ വെച്ച് കൊടുത്തു. അവർക്ക് പൈസയ്ക്ക് നല്ല ഫാമിലിയായിരുന്നു, വെൽത്തി ഫാമിലിയായിരുന്നു. അപ്പോൾ നല്ല പ്രോസ്തറ്റിക് കൈയൊക്കെ കൊടുത്തു. എന്നിട്ട് ഷി വാസ് അഡമൻറ്റ് ദാറ്റ് ഷി വാണ്ട്സ് ടു സ്റ്റഡി ബാക്ക്, ഷി വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ലൈഫ്. അപ്പോൾ അത് കാരണം ഇതൊന്നും പറ്റില്ല, ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആ കുട്ടിക്ക് എന്തോ ഒരു അടുത്ത ഉടനെ തന്നെ കൈ കിട്ടി. പക്ഷേ അതിന് ഈ പറഞ്ഞ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായി. ഈ വയറിൻ്റെ ഇൻഫെക്ഷൻ, CMV ഇൻഫെക്ഷൻ, അതുപോലെ ലിംഫോമ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഏർലി സ്റ്റേജ്, PTLD, ഇതൊക്കെ വന്നു. അതൊക്കെ മരുന്ന് കൊടുത്തൊക്കെ മാറ്റി. അപ്പോൾ ഇമ്മ്യൂണോ സപ്രഷൻ ആണ്. ഇതൊരു സ്ട്രോമി പീരീഡായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷീ വെൻ ബാക്ക്, തിരിച്ചു പോയി. എല്ലാം കഴിഞ്ഞിട്ട്
തിരിച്ചു പോയിട്ട് അവൾ പഠിക്കണം എന്നുള്ള ഇതിൽ എൻജിനീയറിങ് വേണ്ടെന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസിലേക്ക് മാറി. ഷി വെൻ്റ് ആൻഡ് ഡിഡ് ഹർ ഗ്രാജുവേഷൻ. എല്ലാ എയിമിലും അപ്ലൈ ചെയ്തു, എല്ലായിടത്തും കിട്ടി, അത്രയ്ക്ക് നല്ല ബ്രൈറ്റ് ആയിരുന്നു. എന്നിട്ട് ഈ കൽക്കട്ട IIM ആണ് ഷീ ചോസ് ദാറ്റ് ഞാൻ പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ നിന്ന് IIM നിന്ന് MBA കിട്ടി. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾ MBA ഒക്കെ നല്ലൊരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ MBA ഒക്കെ പാസ്സാകുക. അതൊക്കെ കാണുമ്പോൾ നമുക്ക് യു ഫീൽ ഗുഡ്. ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ഇല്ലെങ്കിൽ ഷീ വുഡ് ഹാവ് ബീൻ നോവെയർ ഓർ ഡൂയിങ് നത്തിങ്. ചില ടച്ചിങ് സീൻസ് ഉണ്ട്. ഈ മനുവിൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിയ ദിവസം എങ്ങോട്ടാണ് പോയതെന്ന് അറിയാം? നമ്മുടെ ബിനോയുടെ അച്ഛനും അമ്മയും, അതായത് ഡോണറിൻ്റെ ഇവിടെ തന്നെയാണ്. എന്നിട്ട് അവൻ ആദ്യം പോയി ചെയ്തത് ആ സാലറി എടുത്ത് അവരുടെ കൊടുക്കുകയായിരുന്നു. ഇമാജിൻ ദി ഇമോഷൻസ് ദാറ്റ് വുഡ് ഹാവ് കം. ആ അച്ഛനും അമ്മയ്ക്കും, അച്ഛനാണ് ഈ പാരലൈസ്ഡായിട്ട് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാനും പോകാനും ഒക്കെ പോവും. ദാറ്റ്സ് എ ബോണ്ടിങ്. പിന്നെ അതുകൂടാതെ സെക്കൻഡ് ജിത്തിൻ്റെ ഫോറാം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് കൊടുത്തത് റൈസൻ സണ്ണി. അവനൊരു വളരെ പുവർ ഫാമിലി ആയിരുന്നു. അവൻ്റെ വലിയ ആഗ്രഹം വീട് മുഴുവൻ മോശമാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഒരു വീട് കെട്ടിക്കൊടുക്കും. അവൻ വിഷമിച്ച് ജോലി ചെയ്തു. അവനിങ്ങനെ മരിച്ചു. ഈ കഥ എങ്ങാണ്ടോ TV വന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് സംഭാവന പിരിച്ച് ഇതൊക്കെ ചെയ്ത് മൊബിലൈസ് ചെയ്ത് ഒരു വീട് കെട്ടി. എന്നിട്ട് ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിക്ക് കീ കൊടുക്കുന്ന ആരാ? ജിത്ത് ഇവർക്ക് കൊടുക്കും. അവൻ്റെ റൈസിൻ്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കുന്നു. അത് അങ്ങനെയുള്ള ഇഷ്ടം പോലെയുള്ള ഇമോഷണൽ ദിസ് തിങ് അതൊന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല, അല്ലാതെ വേറെ ഒരു ഇതിൽ നിന്നും കിട്ടില്ല. ഈ ശ്രേയയുടെ കാര്യം പറഞ്ഞല്ലോ, ഏഷ്യയിലെ ആദ്യത്തെ അപ്പർ ആം ഡബിൾ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് സർജറി ആണെന്നുള്ളത്. അതപ്പോൾ ഈ കൈപ്പത്തിനേക്കാൾ റിസ്ക് കൂടുതലും കുറേ ചലഞ്ചസും ഉണ്ടാവില്ല അതിൽ? ടെക്നിക്കലി കുറച്ചുകൂടി എളുപ്പമാണത്. കാരണം ഇവിടെ ഒരു ബോണേ ഉള്ളൂ, പിന്നെ നേഴ്സും മസിൽസും ഒക്കെ നമ്പർ കുറവാണ്, പിടിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ റിക്കവറി ചാൻസസ് കുറവാണ്. ഹയർ ഇവിടുന്ന് നെർവ് വളർന്നു വരണമെങ്കിൽ കുറേ ടൈം എടുക്കും. പക്ഷേ ശ്രേയയ്ക്ക് നല്ല മൂവ്മെൻ്റ് ഉണ്ട്, നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല യങ് ആയതുകൊണ്ട് കുറച്ചുകൂടി നെർവ് റിക്കവറിയൊക്കെ കുറച്ചുകൂടി ഹയർ വലുതായി മുകളിലോട്ട് പോകുന്തോറും ഇവിടെയൊക്കെ വരുമ്പോൾ ടെക്നിക്കലി ചലഞ്ചിങ്. പക്ഷേ ഏറ്റവും എളുപ്പം ഈ ടെക്നിക്കലി ഇവിടെയാണ്. റിസൾട്ട്സ് അത്ര നല്ലതാണെന്ന് പറയില്ല, ഇവിടെയുള്ളതിനാണ് നല്ല റിസൾട്ട്സ് വരിക. അവയവ മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രചരണം നടക്കുന്നു. എൻ്റെ ഒരു സഹപ്രവർത്തകയുടെ മകൾക്ക് ഇതുപോലെ ഡോണറിനെ കിട്ടാണ്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചു. പിന്നീട് ആ കുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ലിവർ കിട്ടിയിരുന്നെങ്കിൽ സർവൈവൽ സാധ്യത കൂടുതലായേനെ. പക്ഷേ ഈ ഒരു അടുത്ത കാലത്ത് വന്ന ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് ആളുകളിൽ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഒരാളുടെ അവയവങ്ങൾ കൊണ്ട് 8 പേർക്ക് നമുക്ക് ജീവൻ കൊടുക്കാമെന്നാണ് വയ്ക്കുക. മിനിമം 7 to 8 people. ഹാർട്ട്, ലങ്, 2 കിഡ്നി, ലിവർ, പിന്നെ ഇൻറ്റസ്റ്റൈൻ, അതുകൂടാതെ കൈകളൊക്കെ ജീവൻ കൊടുക്കുന്നതല്ല. പിന്നെ അതുപോലെ കണ്ണില്ലാത്തവർ കണ്ണ് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ സ്കിൻ, പിന്നെ ബോൺ, പല കാര്യങ്ങളും. ഈ വെർച്യൂസ് ഓഫ് ഓർഗൻ ഡൊണേഷൻ ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാവുന്ന സിറ്റുവേഷനിൽ അതിലേക്ക് പോകുന്നതിൻ്റെ നമ്പർ വളരെ കുറവാണ്. കേരളമായിരുന്നു ഇന്ത്യയിലെ തുടങ്ങിയ സമയത്ത് ഏറ്റവും മുൻപിൽ. ഇപ്പോഴും ഏറ്റവും പുറകിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്പെയിനിലൊക്കെയാണ്. സ്പെയിനിലൊക്കെ വേണ്ടാന്ന് ആണ് നമ്മൾ എഴുതി മേടിക്കുന്നത്, അല്ലെങ്കിൽ വേണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ആണ്. ഇന്ത്യയിൽ അതുപോലെയല്ല, നമ്മൾ കൺസെൻറ്റ് മേടിച്ചിട്ടാണ് ചെയ്യുക. മറ്റേത് അങ്ങനെയല്ല. സ്പെയിനിലൊക്കെ ഇപ്പോൾ പറഞ്ഞില്ലേ ലിവർ, ഹോൾ ലിവറിന് ഒരിക്കലും അവരുടെ നെസസിറ്റി ഓഫ് ഓർഗൻസ് ആർ ക്ലിയർഡ് ബൈ ഇതേപോലെ ഓർഗൻ ഡൊണേഷൻ. പക്ഷേ ഇന്ത്യയിലോ അതിൻ്റെ 100-1 അംശമേ നടക്കുള്ളൂ. കിഡ്നിക്കും ലിവറിനും ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് എടുക്കാം. ഒരു കിഡ്നി കൊടുക്കാം, ലിവർ പകുതി കൊടുക്കാം. അത് ആണ് ശരിക്കും ഈ ഓർഗൻ മാഫിയ എന്ന് പറയുന്നതിലൊക്കെ വരുന്നത്. മെയിൻലി പൂർ ഫാമിലിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് മിഡിൽമാൻ പൈസ മേടിച്ചു അതൊക്കെ നടക്കുന്നത്. ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത് ഒരാളല്ല, കേരള സ്റ്റേറ്റിൻ്റെ നിയമങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ലത്. അതിൽ മിനിമം ഒരു 20 പേരെങ്കിലും ഇൻവോൾവ് ആവും. 4 ഡോക്ടർമാർ അതിൻ്റെ കൂടെ, അതിൻ്റെ മെയിൻ ആൾക്കാർ, പിന്നെ സ്റ്റാഫ് മുഴുവൻ. ഇതൊന്നും മറച്ചു വയ്ക്കാവുന്ന കാര്യമല്ല, അങ്ങനെ ഉള്ളതേ അല്ല. അതുകൂടാതെ ഒരു ഫുൾ പ്രൂഫ് ടെക്നിക്കാണ് ഈ ബ്രെയിൻ ഡെത്തിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് തന്നെ. വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രോസസ്സാണ്.
അപ്പോൾ അത് മിമിക് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, എവിടെ ഡൊണേഷൻ ഉണ്ടെങ്കിലും ഒരു കിഡ്നി പോകുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. അത് നോമാണ്, ഇത് നിയമമാണ്. ഇവിടെ ഒരു ഡൊണേഷൻ ഉണ്ടെങ്കിൽ ഒരു കിഡ്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോവുക. അത് ആർക്കാണ് കിട്ടുക? അങ്ങനെ നോക്കുമ്പോൾ ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ചിട്ടുള്ള ഈ രീതിയിലുള്ള പ്രചരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഈ കൈ സ്വീകരിക്കുന്നതിലേ എന്തെങ്കിലും രോഗങ്ങളുള്ള ആളുകളുടേത് അവയവങ്ങൾ സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഓർഗൻ ഡൊണേഷന് ജനറലായിട്ട് കുറേ അസുഖങ്ങൾ നമ്മൾ പാടില്ല എന്ന് പറയും. ഒന്ന് നമ്മുടെ HIV, HCV ആ ടൈപ്പ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പാടില്ല. ആക്റ്റീവ് ഇൻഫെക്ഷൻ, ഇപ്പോൾ സെപ്സിസ്, നമ്മുടെ ഇപ്പോൾ പലപ്പോഴും ICUവിൽ കിടക്കുന്നവർ രക്തത്തിലെ അണുക്കൾ, ന്യൂമോണിയ ഇല്ലെങ്കിൽ രക്തത്തിൽ സെപ്സിസ് വന്നിട്ട് അങ്ങനെയുള്ളവരുടെ ഓർഗൻ എടുക്കാൻ പാടില്ല. ഹെപ്പറ്റൈറ്റിസും ഒക്കെ, ഹെപ്പറ്റൈറ്റിസ്, HIV, HBsAg അതാണ് പറഞ്ഞത്, മറ്റേ ഇത് HCV അങ്ങനെയുള്ള ലിവറിൻ്റെ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻ, ആക്റ്റീവ് സെപ്സിസ്, ആക്റ്റീവ് ക്യാൻസർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. ഡോക്ടർ ഏതാണ്ട് 60,000 സർജറികൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 60, ഡോക്ടർ ഏതാണ്ട് ഒരു 60,000-നടുത്ത് സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. അതിൽ ഒരു 60% പ്ലാസ്റ്റിക് സർജറികളാണ്. നമുക്ക് പൊതുവേ പ്ലാസ്റ്റിക് സർജറികൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക ഈ കോസ്മെറ്റിക് സർജറി. കാരണം അതിനെപ്പോഴും മനുഷ്യർ റിലേറ്റ് ചെയ്യുന്ന എപ്പോഴും കോസ്മെറ്റിക് സർജറികളായിട്ടാണ്. ഡോക്ടർ കൂടുതലും ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് സർജറികൾ ഏത് നീഡിലുള്ളതാണ്? എന്തൊക്കെ കേസുകളാണ് കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്? പ്ലാസ്റ്റിക് സർജന്മാരെ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10% നമ്മുടെ സ്പെക്ട്രത്തിൽ വരും കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എന്താ, ഹെയർ ട്രാൻസ്പ്ലാന്റ്, മൂക്ക് ശരിയാക്കുക, വയറ് ശരിയാക്കുക, വണ്ണം ലൈപ്പോസക്ഷൻ ചെയ്യുക, അതൊക്കെയാണ്. അത് ഒട്ടുമിക്ക എല്ലാ പ്ലാസ്റ്റിക് സർജന്മാരും, ഇപ്പം ഞാനടക്കം കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടാവും. പ്യുവർലി കോസ്മെറ്റിക് ആയിട്ട് ചെയ്യുന്നവർ കുറച്ചു മാത്രമേ ഉള്ളൂ. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ്. റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ ഈ തല തൊട്ട് താഴെ വരെ എന്ത് വൈകല്യങ്ങളുണ്ടെങ്കിലും അതിന് ഉള്ള റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് ശരിക്കും കൂടുതലും പ്ലാസ്റ്റിക് സർജറിയിൽ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ മുമ്പൊക്കെ വായിലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ താടിയെല്ലിൻ്റെ ഇവിടെ ഉണ്ട്, താടിയെല്ലെടുത്ത് മാറ്റിയിട്ട് ഒരു തൊലിയൊക്കെ വെച്ച് പിടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം താന്ന് ഒന്നിനും പറ്റില്ല, സംസാരിക്കാൻ കൊള്ളില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് അതേ സമയത്ത് കാര്യം നിന്ന് എല്ലാം എടുത്ത് അതേ ഷേപ്പിൽ കമ്പ്യൂട്ടറിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് അതേ ഷേപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് രക്തക്കുഴൽ വെച്ച് പിടിപ്പിച്ചിട്ട് കണ്ടാൽ അറിയേയില്ല. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്ത് പല്ലും വയ്ക്കാൻ പറ്റും. അങ്ങനെ ഉള്ള റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് മെജോറിറ്റി ഓഫ് പ്ലാസ്റ്റിക്. പല്ല് മുളപ്പിച്ചെടുക്കാനുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പല്ല് മുളപ്പിച്ച് ഇപ്പോൾ ഇംപ്ലാന്റ് വെച്ചിട്ടാണ് ചെയ്യുക. അത് കാര്യം എന്നുള്ള എല്ലിൽ നമുക്ക് ഇംപ്ലാന്റ് വെച്ചിട്ട് പല്ല് ആക്കാം. പിന്നെ അതുപോലെ ഈ തീവണ്ടി കയറി ഇറങ്ങിയ കൈ കാലൊക്കെ ഭയങ്കരമായിട്ട് ചതഞ്ഞു പോയിട്ടുണ്ടാവും, രക്തക്കുഴലൊക്കെ ചിന്ന ഭിന്നമായിട്ട്. അതുപോലെ ഈ കരടിയുടെ ആക്രമണമേറ്റ മുഖങ്ങൾ, കരടി ഇങ്ങനെ എണീറ്റ് നിന്ന് മാന്തി പറിക്കുന്നതാണ് പറയുക. ഞാൻ തന്നെ പറമ്പിക്കുളത്ത് പോയപ്പോൾ അവിടെ ഒരാൾ ഇതേപോലെ കരടിയുടെ ആക്രമണമേറ്റിട്ട് മുഖം വികൃതമായിട്ടുള്ള ഒരവസ്ഥയിലുണ്ട്. അപ്പം ഈ 2 കേസുകളിലെ സർജറി കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ടോ? കൈയുടെ ഈ ചതഞ്ഞു പോകുന്ന ട്രെയിൻ പോകണ്ട പല ആക്സിഡൻറ്റും ഉണ്ടാവും, പല ഇതിലുണ്ടാവും. അതിലിപ്പോൾ ഞങ്ങൾ പറയുന്ന റീപ്ലാന്റ് എന്നാണ്. ഇപ്പോൾ കൈ വിരൽ വിറ്റ് പോയാൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ച് വയ്ക്കാൻ പറ്റും. അതിന് റീപ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും റീപ്ലാന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പലപ്പോഴും എല്ലാവരും അറ്റുപോയതും ചതഞ്ഞു പോയതൊക്കെ തിരിച്ചു കൊണ്ടുവരും. അവരുടെ വിശ്വാസം ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പിടിപ്പിക്കുന്നു. പക്ഷെ അതിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം, വല്ലാതെ ചതഞ്ഞു പോയിട്ടുള്ളൊന്നും പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ആംപുറ്റേഷൻ ആയിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിടിപ്പിക്കുന്നതിന് പകരം വേറെ ദശ കൊണ്ടുവച്ചിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യുക. പക്ഷേ ഈ ബെയർ ബൈറ്റിലൊക്കെ ഉള്ളത് കൂടുതലും ഒരു നല്ല രീതിയിലുള്ള റീകൺസ്ട്രക്ഷൻ മെത്തേഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പലപ്പോഴും നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. അതിലെ എക്സ്ട്രീമാണ് ഈ ഫേസ് ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുക. ഞാൻ മുഖം മാറ്റി വയ്ക്കുന്നത്, ഈ കൈ മാറ്റി വയ്ക്കുന്ന പോലെ ഇന്ത്യയിൽ ഇതുവരെ ചെയ്തിട്ടില്ല മുഖം മാറ്റി വയ്ക്കൽ. അതിൻ്റെ ഇത് ഗൺ ഷോട്ട് ഇഞ്ചുറി, ബെയർ ബൈറ്റ് വല്ലാതെ ഒരു റീകൺസ്ട്രക്ഷനും പറ്റാതെ വരുമ്പോൾ നമുക്ക് ഒരാളുടെ മുഖമെടുത്തിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഞങ്ങളും റെഡിയാണ്, അതിനും മെൻ്റലി റെഡിയാണ്. അതിൻ്റെ കടാവറൊക്കെ ചെയ്ത് ഒക്കെ ഉണ്ട്, പരിശീലിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ അതിന് വേണ്ട ഒരു രോഗി ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. മറ്റു അവയം പോലെയല്ല മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി തന്നെ മാറുകയല്ലേ. അതിന് മുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാനിപ്പോൾ ആലോചിക്കണം, ഒരു രോഗി ഉണ്ടെങ്കിൽ
എവിടെ പോയി ആരുടെ അടുത്ത് ചോദിച്ച് മുഖം കിട്ടും എന്നുള്ളതാണ്. ഈ കൈക്ക് തന്നെ വിഷമമായിരുന്നു. അപ്പം മുഖം ചോദിക്കുമ്പോൾ എന്തായാലും ശരി, ഈ വികൃതമായിട്ടുള്ള മുഖം മാറ്റാൻ ചിലപ്പോൾ സ്വീകർത്താവിന് താല്പര്യം ഉണ്ടാവും, പക്ഷെ ഡോണറിന്റെ ഫാമിലി അതിന് തയ്യാറാവണം എന്നില്ലല്ലോ. അപ്പൊ അതെങ്ങനെ മുഖം എടുക്കാന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കുക? സ്കിന്നും മസിൽസും അടക്കാണ് എടുക്കുക? സ്കിന്നും ഇവിടെ കട്ട് ചെയ്തിട്ട് സ്കിൻ, മസിൽസ്, ബോൺസ് എല്ലാം എടുക്കാം. എന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഫേസ് ഇത് കൊടുക്കും തിരിച്ചു പോകുമ്പോൾ, ഒരു മാസ്ക് പോലത്തെ. പക്ഷെ അവർക്ക് അവരെ അവസാനത്തെ ഒരു ആഗ്രഹമായിരിക്കില്ലേ കാണാന്നുള്ളത്. വിഷമാണ്. പക്ഷേ ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ളവരുണ്ടാവും എന്തെങ്കിലും. ഡോക്ടർ, ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പൊതുവേ ഈ പ്ലാസ്റ്റിക് സർജറിയിലുള്ള പ്ലാസ്റ്റിക് എന്താണ് അത് അർത്ഥമാക്കുന്നത്? പ്ലാസ്റ്റിക്കോസ് എന്നുള്ളതാണ് അതിൻ്റെ മോൾഡ് എന്നുള്ള ഒരു ഗ്രീക്ക് വാർഡാണ്. ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് വളരെ വളരെ ചുരുക്കമായിട്ടുണ്ട്. പക്ഷേ ടിഷ്യൂവിനെ മോൾഡ് ചെയ്യുക, അതാണ് ഈ പ്ലാസ്റ്റിക് സർജന്മാർ മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. കോസ്മെറ്റിക് സർജറി ആണെങ്കിലും റീകൺസ്ട്രക്റ്റീവ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ടിഷ്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോൾഡ് ചെയ്ത് നന്നായിട്ട് എടുക്കാം. ഈ മുഖത്തെ സർജറി നടത്തിയില്ലേ, ആകെ ജീവിതം മാറി മറിഞ്ഞ് നമുക്ക് ഒരു സ്റ്റോറി ഏതെങ്കിലും പറയാനുണ്ടോ ഏതെങ്കിലും പേഷ്യൻസിൻ്റെ? ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ ട്യൂമർ ഭയങ്കര വലുത്, ഇത്രയും വലുത്. 6-7 വർഷമായിട്ട് പതുക്കെ വളർന്ന് അവന് 10-18 വയസ്സോ മറ്റിയായിരുന്നു ആ സമയത്ത്. ഈ കണ്ണൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണ് ഇത്രയും പൊന്തി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് അനങ്ങുന്ന കാണാം, കാഴ്ചയുണ്ട്. ഇവൻ്റെ അവസ്ഥയിൽ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയെ ഉപേക്ഷിച്ചിട്ട് ട്രൈബൽ ഏരിയയിലുള്ള മെഡിക്കൽ ക്യാമ്പിൽ ഇവനെ കണ്ടുമുട്ടിയിട്ട്, അപ്പോൾ അവിടെ നിന്ന് അവർ ഒരു ഡോക്ടറാണ് ഇത് അന്വേഷിച്ച് പിടിച്ച് എവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് ചോദിച്ചു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഫൈനാൻഷ്യലി ഒന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ കുറച്ച് ഞങ്ങൾ സഹായിക്കാൻ, കുറച്ച് അവരും സോഷ്യൽ, അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എടുത്തു മാറ്റുമ്പോൾ കണ്ണ് രക്ഷപ്പെടുത്താൻ പറ്റുമോ, കണ്ണ് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്കത് കണ്ണിനെ രക്ഷപ്പെടുത്തി കാലിൽ നിന്ന് എല്ലെടുത്തിട്ട് ഫുൾ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് തിരിച്ച് നല്ല രീതിയിൽ ആ കണ്ണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഒരു 3 വീക്സ് 4 വീക്സിൽ ഇത് ചെയ്യാൻ 2 സർജറി ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവൻ തിരിച്ചു പോയിട്ട് അവിടെ പോയിട്ട് ഈ ട്രൈബൽ ക്യാമ്പിൽ പുറത്ത് ഒരു ഷോപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മെയിൻ ഹോബി ഈ ട്രൈബൽ ഏരിയയിൽ മുഴുവൻ പോയി എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഉള്ളവരെ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെയല്ല അവിടെ ചികിത്സിപ്പിക്കുക. കാരണം ഈ ഓൾസോ ബിക്കെയിം ഒരു മെഡിക്കൽ മിഷണറി പോലെയുള്ള ഇത്. കരടി ആക്രമണം ഏറ്റ ആളുടെ മുഖം എങ്ങനെയാണ്? കുറേ പഴയ പോലെ ആക്കാൻ പറ്റുമോ? അതൊരു പെൺകുട്ടിയായിരുന്നു. അതും ആ ഭാഗത്ത് നിന്ന് വന്ന നേപ്പാൾ ബോർഡറിൽ നിന്ന് വന്നായിരുന്നു. കുറേയൊക്കെ ചെയ്യാൻ പറ്റി, 2-3 ഒക്കെ ചെയ്ത് ഒന്നിനും കൊള്ളില്ലായിരുന്നു. അബ്സല്യൂട്ട് വന്നപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റില്ല, ട്യൂബ് എല്ലാം വെച്ചിട്ടാണ്. തിരിച്ചു പോയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നിയർ ഫങ്ഷണലായി. പക്ഷെ തിരിച്ചു പോയപ്പോഴത്തേക്കും ഒരു റീസണബിൾ നല്ല ലെവലിലേക്ക് എല്ലാം ഒരു പ്രസൻറ്റബിളായിട്ട് ജീവിക്കാവുന്ന നിലയിലാണ് പോയത്. ഇതിലൊക്കെ മരണസാധ്യത എത്രത്തോളം? അങ്ങനെ ഏതെങ്കിലും കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നടന്നതിന് ശേഷം മരണം ഉണ്ടായിട്ടുണ്ടോ? ഹാൻഡ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു രോഗി മലേഷ്യ എന്നുള്ള 2 കാലും 2 കൈ, അവരുടെ ചരിത്രമാണ് കഷ്ടമാണ്. ഹസ്ബൻഡ് സ്കൈസോഫ്രീനിക്കായിരുന്നു. ഹസ്ബൻഡ് ഇവരെ സംശയിച്ചിട്ട് കൈയും കാലും വെട്ടിക്കളയത്. അങ്ങനെ അത് ഞങ്ങൾ എല്ലാവർക്കും 2 കാലും 2 കൈയും 2 കാലും. എന്നിട്ട് മോനാണ് എല്ലാം നോക്കണത്. ഇവിടെ കുറേ ദിവസം ഇരുന്നിട്ട് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹെൽത്ത് വാസ് നോട്ട് വെരി ഗുഡ്. അപ്പോൾ അത് സർജറി കഴിഞ്ഞിട്ട് 2-3-4 ദിവസം കഴിയുമ്പോൾ ഒരു മാസീവ് കാർഡിയാക് അറ്റാക്ക് വന്നിട്ട് വെച്ചു. പക്ഷേ നന്നായി, സർജറിയൊക്കെ നന്നായി. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സർജറി കഴിഞ്ഞിട്ട് 3-4 ദിവസത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെരി ഓപ്പറേറ്റീവ് ഡെത്തായിട്ടേ വെക്കുകയുള്ളൂ. ഇതിപ്പോൾ എത്ര ദിവസത്തിനുള്ള? 4 ദിവസം. അതൊരു പക്ഷേ എവറിത്തിങ് വാസ് ഗോയിങ് ഓൺ വെൽ. ഈ ഒരു ഫീൽഡിലെ ഡൂസ് ആൻഡ് ഡോൺസ് എന്താണ്? നമ്മളെപ്പോഴും നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കണം, ഒന്ന്. പിന്നെ ഒരു രോഗിയും വേറൊരു രോഗിയും തമ്മിൽ വ്യത്യാസമുണ്ട്. യു ഷുഡ് നോട്ട് ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ് ഇൻ ഹ്യൂമൻ ബോഡി. ഞാനിപ്പോൾ ചെയ്യുന്നതെല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇത് പാടില്ല. നമ്മുടെ ജൂനിയേഴ്സ് പറയുന്നതിലും അതുപോലെ ഇത് പറയുന്നതിലും ഒക്കെ ചെറിയ നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ അതും ശരിയല്ല. അതുപോലെ ഞാനിപ്പോൾ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള സെൻറ്റർ ഇതാണ്. അപ്പോൾ അതിൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിൻ്റെയൊക്കെ ആദ്യം തുടങ്ങിയപ്പോഴും ഇപ്പോഴും ഞങ്ങൾ ചെയ്തിട്ടുള്ള അക്യുമുലേറ്റഡ് എക്സ്പീരിയൻസ് അതിനെ മാച്ച് ചെയ്യാൻ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഹാവ് ഇൻട്രോസ്പെക്ഷൻ. നമ്മൾ ചെയ്യുന്നതിന് വല്ലപ്പോഴൊക്കെ ഒന്ന് പുനരവലോകനം ചെയ്യണം.
ആരായാലും. എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഞാൻ ചെയ്യുന്ന മുഴുവൻ ശരിയാണ്, അതെന്തുകൊണ്ടുണ്ടായതെന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു സർജനോ ഫിസിഷ്യനോ ആരും എടുക്കാൻ പാടില്ല. ഈ പ്ലാസ്റ്റിക് സർജറിയിലും അതുപോലെ തന്നെ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് സർജറിയിലൊക്കെ പുതുതായിട്ടുണ്ടായിട്ടുള്ള ഈ അഡ്വാൻസ് ടെക്നോളജീസ്, അല്ലെങ്കിൽ പണ്ട് ഡോക്ടർ ചെയ്തതിൽ നിന്ന് ഇപ്പം ഉണ്ടായിരിക്കുന്ന നമുക്കൊന്നും അറിയാത്ത ചില പുതിയ മാറ്റങ്ങൾ, അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയും. സ്കാൻസ് ഒക്കെ ഉണ്ട്. സ്കാൻസിൻ്റെ ഒക്കെ രക്തക്കുഴലിൻ്റെ സ്കാന്, അതങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അത് വന്നിട്ടുണ്ട്. സർജിക്കൽ റോബോട്ട്സ് വന്നിട്ടുണ്ട്, പുതിയ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്വാൻസ്മെൻ്റാണ്. പിന്നെ അതുപോലെ കമ്പ്യൂട്ടറൈസ് പ്ലാനിങ്, നമ്മളിപ്പോൾ ഈ ജോബ് ബോണ്ടിനൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഞങ്ങൾ അത് ഷേപ്പും ഇത് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ്? എല്ലും മുറിച്ച് കൊടുത്തിട്ട് അത് തന്നെ തനിയെ ഉണ്ടാക്കുമോ? ഇല്ല, വെറുതെ CT സ്കാൻ, നമ്മുടെ CT സ്കാൻ എടുത്തിട്ട് ഫീഡ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് അവിടെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വെർട്ടിക്കലായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ട്യൂമർ കാണാൻ പറ്റും. ട്യൂമർ എടുത്ത് മാറ്റാം, നമ്മൾ എടുത്തു വയ്ക്കാൻ പോകുന്ന എല്ലെടുത്ത് അവിടെ കൊണ്ട് വയ്ക്കാം, അതിൻ്റെ ഷേപ്പ് മാറ്റാം. അപ്പോൾ അങ്ങനെ ഒരു യന്ത്രം ആ ഷേപ്പിലാക്കി തരും. അതെ, സോഫ്റ്റ്വെയർ ആണ് ചെയ്യുക. അപ്പോൾ വെർച്വൽ സർജിക്കൽ പ്ലാനിങ് എന്നാണ് അത് പറയുക. വെർച്വൽ സർജിക്കൽ ആണ് ചെയ്യുക. അതുകൂടാതെ ആ മോഡൽ വെച്ചിട്ട് നമുക്ക് മോഡൽ പ്രിൻറ്റ് ചെയ്യാം. അതെ, നമ്മൾ ചില ഡോക്ടേഴ്സിൻ്റെ ഈ ഫിലിം സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട് 3D പ്രിന്റിങ്. അത് തന്നെ 3D പ്രിന്റിങ് ഞങ്ങൾക്ക് തന്നെ ഇവിടെ ലാബുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അത് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് മോഡൽ ഉണ്ടാക്കാം. അതുകൂടാതെ നമുക്ക് വെക്കേണ്ട പ്ലേറ്റിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് അത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും വേണമെങ്കിൽ. അപ്പോൾ ഒരു പേഷ്യൻ്റ് സ്പെസിഫിക് ഇംപ്ലാൻസ്, ഇതൊക്കെ ദിസ് ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ഇതിലൊക്കെ. ഞാനൊരു സിനിമയിലും കണ്ടിട്ടുണ്ട്, അതുപോലെ എവിടെയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പൊള്ളലേറ്റ സ്കിന്നുകളുണ്ടല്ലോ, അത് പൊതുവേ റിക്കവർ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണല്ലോ, പൊള്ളലും ആസിഡും ഒക്കെ ഏൽക്കുമ്പോൾ. പക്ഷേ ഏതൊരു ഫിഷിൻ്റെ സ്കിൻ ഉപയോഗിച്ചിട്ട് കുറച്ചെങ്കിലും അതിനെ പഴയ രൂപത്തിലാക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം അത് ഫിഷിന് നമ്മളിപ്പോൾ ബേൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ വേറൊരാളുടെ അലോഗ്രാഫ്റ്റ് എടുത്ത് വയ്ക്കുക, വേറൊരാളുടെ തൊലി എടുത്ത് വയ്ക്കുക. പക്ഷേ അത് ടെമ്പററി ആയിട്ട് നിൽക്കുള്ളൂ, റിജക്റ്റ് ചെയ്യും. അത് സ്വന്തം തൊലിയാണ് നല്ലത്. സ്വന്തം തൊലി ഇല്ലാതെ വരുമ്പോൾ കൾച്ചേർഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ലാബിൽ ചെയ്യുന്ന സ്കിന്നുണ്ട്. സ്കിന്നിന് 2 ലെയറുണ്ട്. ഒന്ന് നമ്മുടെ തൊലിയുടെ ഔട്ടർ ലെയർ, എപ്പിഡെർമിസ് എന്ന് പറയും, അത് കെരട്ടിൻ എന്ന് പറയും. കെരട്ടോസൈറ്റ്സ്. അതിൻ്റെ താഴെയുള്ളതാണ് ഡെർമിസ്. ഈ ഡെർമിസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള സാധനം. അതിൻ്റെ റിസർച്ച് വളരെ നല്ലതാണ്. ഡെർമൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് പറയുക. അത് ഇഷ്ടംപോലെ അവൈലബിളാണ്. ഈ സ്കിൻ കൾച്ചർ ചെയ്ത് സ്പ്രെഡ് ചെയ്യാനുള്ളതും അവൈലബിളാണ്. ആ ടൈപ്പിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ധാരാളം ഉണ്ട്. ഈ ഫിഷിൻ്റെ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഡെർമിസ് ഉണ്ടാക്കുന്നതിനാണ്. അത് പലതിൻ്റെയും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പല ഏരിയാസിലും സ്കിന്നില്ലാത്തപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഇവിടെ ഇപ്പോൾ പലത് കൾച്ചർ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഡെർമൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ഇവിടെ 3-4 ടൈപ്പ് ഉണ്ട്, 3-4 കമ്പനി. അത് പലതിനും ഉപയോഗിക്കാം. അത് ശരിക്കും വേറൊരാളുടെ സ്കിന്നിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മെറ്റീരിയൽസ് ആണ്. നമ്മുടെ അതിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഒന്ന് ഈ കൊളാജൻ ബേസ്ഡ് ആണ്. കൊളാജൻ ഏത് സോഴ്സിൽ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ, ബൊവൈൻ കൊളാജൻ ഉണ്ട്, മറ്റേ കൊളാജൻ, അത് പിന്നെ സിന്തറ്റിക് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഒരു 3-4 വെറൈറ്റി എങ്കിലും കമേഴ്സ്യലി അവൈലബിൾ ആണ്. അത് പലതിനും ഉപയോഗിക്കാം. സ്കിന്നില്ലാത്തതിന് പലതിനും ഇപ്പോൾ നമ്മുടെ സ്കിൻ മാറ്റി വയ്ക്കുന്നതിനൊക്കെ പകരം അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറീസ് ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മൂക്കിനും പിന്നെ അതുപോലെ ഈ താടിയിൽ കുറച്ചുകൂടി നീട്ടാനും കൂടിയാണോ? ചിൻ ലെങ്തനിങ് അങ്ങനെ എന്തോ, ഏതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്? ജീനിയോപ്ലാസ്റ്റി എന്നാണ് അതിന് പറയുക. ചിൻ ലെങ്ത് കൂട്ടായില്ലേ, മുമ്പോട്ട് കൊണ്ടുപോകാം, പുറകോട്ട് കൊണ്ടുപോകാം. മൂക്കിൻ്റെ ഇതിന് റൈനോപ്ലാസ്റ്റി എന്നാണ് പറയുക. പിന്നെ ഓർത്തോഗ്നാത്തിക് സർജറി, നമ്മുടെ താടിയിൽ മുമ്പോട്ട് കൊണ്ടുവരാനും. ഈ ഓർത്തോഗ്നാത്തിക് സർജറി വളരെ കോമൺ ആണ്. മൂക്കിൻ്റെയും വളരെ കോമൺ ആണ്. ഇപ്പോൾ അതിൽ വേറൊരു കോമൺ ആയിട്ടുള്ളതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. അത് ശരിക്കും പ്ലാസ്റ്റിക് സർജൻസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈവൻ ഏത് സ്പെഷ്യാലിറ്റി നോക്കി കഴിഞ്ഞാലും വേറെ അവർ തന്നെ ചെയ്യാറുണ്ട്. ഐഡിയലി പ്ലാസ്റ്റിക് സർജന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഐഡിയൽ. ഇവിടെയാണ് ഞങ്ങളുടെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. അത്രയും നല്ല രീതിയിൽ. അല്ലാതെ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരിക. പിന്നെ ലൈപ്പോസക്ഷനാണ് വേറൊരു കോമൺ കോസ്മെറ്റിക് സർജറി. എന്ന് പറഞ്ഞാൽ ഫാറ്റ് വലിച്ചു കളയുക, നമ്മുടെ സിറിഞ്ച് വെച്ചിട്ടും മെഷീൻ വെച്ചിട്ട്. അത് വളരെ കോമൺ ആണ്.
പിന്നെ ആൺകുട്ടികളിലുള്ള മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് Make പല അത് തന്നെ, അത് കാണുന്നത് തന്നെ, ശരിക്കും അത് പറഞ്ഞാൽ തന്നെ. എല്ലാ എക്സസൈസും അല്ലാന്നർത്ഥം. അത് ഇപ്പോൾ ഇത് വയ്ക്കാം, 6 പാക്ക് ആക്കാം, അവിടെ വരച്ച് വരച്ച് വരച്ച്. പിന്നെ ആൺകുട്ടികളിലെ ബ്രസ്റ്റ് ഗൈനക്കോമാസ് വളരെ കോമൺ ആണ് ഇപ്പോൾ. അതാണ് ഏറ്റവും സാറ്റിസ്ഫൈയിങ് സർജറി. കാരണം ഈ പിള്ളേരൊക്കെ ഇത് മറച്ചു വെച്ച് ആർക്കും അതിനെ സിഗ്നിഫിക്കൻസ് അറിയില്ല. ഇവർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം അച്ഛനമ്മയും കൊണ്ടുവന്നിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് അവരുടെ ലൈഫ് അങ്ങ് മാറുന്നത്. കാരണം ഹോസ്റ്റലിലാണെങ്കിൽ ഇറ്റ് ഇസ് ബോഡി ഷേമിങ് നേരിടേണ്ടി എംബറാസിങ് ആണ്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സർജറീസ് ഐ വുഡ് സേ ഇസ് ഗൈനക്കോമാസ്റ്റർ. കാരണം ആ പയ്യൻ്റെ ഇത് തന്നെ മാറുക ഒരു സിമ്പിൾ സർജറിയാണ്, വളരെ സിമ്പിളാണ്. പിന്നെ സ്ത്രീകളിലുള്ള ബ്രസ്റ്റ് റിഡക്ഷൻ കുറേ പേർക്ക്. ബ്രസ്റ്റ് റിഡക്ഷൻ ആണോ അതോ എൻഹാൻസ് ചെയ്യലാണോ കൂടുതൽ നടക്കുന്നത് കേരളത്തിൽ? രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. എൻഹാൻസ്മെൻറ്റും അത്ര ഇല്ല. ബ്രസ്റ്റ് റിഡക്ഷൻ രണ്ടും ഈ വെസ്റ്റേൺ കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആഴ്ചയിലൊരു 4 ബ്രസ്റ്റ് റിഡക്ഷനെങ്കിലും ഉണ്ടാവും. അങ്ങനെയായിരുന്നു ഇതൊക്കെ. ഇവിടെയൊക്കെ കുറച്ചുകൂടെ കുറവാണ്. അങ്ങനെ പിന്നെ ബട്ടക്സോ? ബട്ടക്സ് ഇപ്പോൾ ഉണ്ട്, പക്ഷേ അത് കുറയ്ക്കാനാണോ കൂട്ടാനാണോ സർജറി? രണ്ടുമുണ്ട്. ലിഫ്റ്റ് ഉണ്ട്, അതുപോലെ ഫാറ്റ് ഇഞ്ചെക്ട് ചെയ്ത് കൂട്ടാറുണ്ട്. ഇത് കൂടുതലും മോഡലിംഗ് ഫിലിം മേഖലയിലുള്ളവരാണോ അതോ സാധാരണക്കാരാണോ? സാധാരണക്കാരും ഉണ്ട്. ഫിലിം മേഖലയിലുള്ളവരൊക്കെ ഏജ് റിലേറ്റഡും ഒക്കെ ഉള്ളതൊക്കെ ഫില്ലേഴ്സൊക്കെ ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. അത് ഡെർമറ്റോളജിസ്റ്റും ചെയ്യുന്നുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. കവിളിനൊക്കെ ഫില്ലേഴ്സ് ആർ ഓൾ ഗുഡ്. ടെമ്പററി ആണെങ്കിലും നല്ല ബെനിഫിറ്റ്. എത്ര ആയുസ് ഫില്ലേഴ്സിന്റെ? 1 year ഓർ സ്ലൈറ്റ്ലി മോർ. കുറച്ചുകൂടെ കിട്ടും. പിന്നെ എന്താ സംഭവിക്കുക? അതിനെടുത്ത് കളയണോ? ഇല്ല, ഒന്നും ചെയ്യില്ല, അത് അബ്സോർവ് ചെയ്ത് പോകും. പിന്നെ ചെയ്യാം. ഇപ്പം നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും അവയവം നമുക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതൊക്കെ അവയവം മരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും? അതുപോലെ തന്നെ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമുക്കിപ്പം അവയവം കൊടുക്കാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരള ഓർഗൻ ഇതുണ്ട്, ഗവൺമെൻറ് തന്നെ കേസ് ഓട്ടോ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ നോട്ടോ, നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഇതുണ്ട്, അവരുടെ വെബ്സൈറ്റിലൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നമുക്കൊരു ഡോണർ കാർഡ് കിട്ടും. മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് യുവർ ഇമ്മീഡിയറ്റ് ഫാമിലി ഷുഡ് നോ ഇറ്റ്. കാർഡ് കൊണ്ട് മാത്രം ഒരു ഡോക്ടർക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഓർഗൻസ് എടുക്കാൻ പറ്റില്ല. നിയർ റിലേറ്റീവ്സ് ഹാവ് ടു എഗ്രി ഫോർ ഇറ്റ്. അപ്പോൾ നമ്മുടെ നിയർ റിലേറ്റീവ്സ്, ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, മക്കൾ ഒക്കെ അറിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ എൻ്റെ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എൻ്റെ ആഗ്രഹം ഓർഗൻ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓർത്തോളൂ എന്ന് മാത്രം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഈ സാധാരണഗതിയിൽ മാറ്റം ഉണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ അവർ പാലിക്കും. രണ്ടാമത്തെ, ഇതിപ്പോൾ അല്ലാതെ ഒരാൾ മരിക്കുകയാണ്, എന്ത് കൊടുക്കാൻ പറ്റും? കോർണിയ ഇമ്മീഡിയറ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് വന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സ്കിൻ ബാങ്ക് ഉള്ള സ്ഥലമാണെങ്കിൽ അവർ വന്നിട്ട് ആ സ്കിൻ എടുത്തിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പോകും. ഹോസ്പിറ്റൽ സ്കിൻ ബാങ്ക് ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. എല്ലുകളൊക്കെ ശരിക്കും കൊടുക്കാവുന്ന, അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബോൺ ബാങ്ക് ഉള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ആണെങ്കിൽ അവർ വന്ന് ബോൺ എടുത്തിട്ട് വെച്ച് തീർക്കും. ഹാർട്ട് വാൽവ്, ഇതൊക്കെ മരണത്തിന് ശേഷം കാർഡിയാക് മരണം, 2 തരത്തിലുള്ള മരണമുണ്ട്. ഒന്ന് ബ്രെയിൻ ഡെത്തും കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് പോവുക. ഹാർട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഓർഗൻസൊക്കെ പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ഗുണമുണ്ടാവില്ല. ഇപ്പോൾ കാർഡിയാക് ഡെത്ത് കഴിഞ്ഞിട്ടും ലിവറും കിഡ്നിയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അതൊരു പ്രത്യേക രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ അല്ലാതെ എടുക്കാൻ പറ്റുന്നത് ഈ കോർണിയ, ഈ തൊലിയൊക്കെയാണ്. അതിന് കുഴപ്പമില്ല, നമ്മളൊരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ചെയ്യാവുന്നത് നമ്മുടെ ബോഡി തന്നെ അങ്ങ് ഡൊണേറ്റ് ചെയ്യുക. അതിൻ്റെ ഗുണം എന്താ? ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ കൈ ചെയ്തൊക്കെ പഠിച്ചത് എങ്ങനെയാണ്? ആരുടെയോ ബോഡി ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കിട്ടിയത് കൊണ്ടാണ്. അതുപോലെ എല്ലാവരും പഠിക്കുന്ന, ഞങ്ങളുടെ ഇപ്പോൾ സർജറി ഞങ്ങൾക്കാണെങ്കിൽ നല്ലൊരു സർജിക്കൽ സ്കിൽ ലാബ് ഉണ്ട്. അതിൽ ഡൊണേറ്റ് ചെയ്യുന്ന ബോഡിയിൽ മരുന്ന് കുത്തിവെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സർജറി മുഴുവൻ കുറേ പേർക്ക് പഠിക്കാൻ പറ്റും. അതും നല്ലൊരു ഓപ്ഷനാണ്. ഹോൾ ബോഡി ഡൊണേഷൻ ഫോർ. മരിച്ചു കഴിഞ്ഞ ആളുടെ സ്കിന്ന് ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നത് സൗജന്യമായിട്ട് ആയിരിക്കുമല്ലോ. പക്ഷേ ഹോസ്പിറ്റൽസ് ഇത് സ്കിന്നിൻ്റെ ഈ സർജറിക്കൊക്കെ അവരെടുത്തിട്ട് പിന്നെ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് ഒരുപക്ഷെ അവർ വലിയ തുക കൊടുത്ത് വാങ്ങുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും. പക്ഷേ ഓർഗൻ ഡൊണേഷൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ടിൽ ദ ബോഡി ഈസ് ഹാൻഡഡ് ഓവർ, ഓൾ ദ എക്സ്പെൻസസ് ആർ ബോൺ ബൈ നോട്ട് ദ ഹോസ്പിറ്റൽ. ദ സ്റ്റേറ്റിൻ്റെ ഒരു സിസ്റ്റമുണ്ട് ദാറ്റ്
കിട്ടുന്ന ഇവരുടെ ഇതിൽ നിന്നാണ് കൊടുക്കുക. അത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഇസ് നത്തിങ്. ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റിനൊരു ഒരു 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 ചിലവുണ്ട്. അതിനുള്ള റേറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുറവായിരിക്കും, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ ഇതിൽ കുറവായിരിക്കും, മറ്റേതിൽ കൂടുതലായിരിക്കും. അത് നടക്കുന്നുണ്ടാവും. പ്രോസസ്സിന്റെ ചെലവാണ്, ആ പ്രോസസ്സ് ഇത് അല്ല, അവയവത്തിൻ്റെ അല്ല. ഈ ഇപ്പോൾ ഡോണർ ഇപ്പോൾ നമ്മുടെ ബന്ധുക്കാരാണെങ്കിലും സെയിം തന്നെയാണ്, ഇതാണെങ്കിലും സെയിം ആണ്. അതിൽ ഈവൻ ഈ മാഫിയ എന്ന് പറഞ്ഞ് വരുന്ന മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല ഈ കിഡ്നി മേടിക്കലൊക്കെ, അതൊന്നും ഇതിൽ പെടുന്നേ ഇല്ല. അത് ദാറ്റ് ഈസ് ടോട്ടലി ഹോസ്പിറ്റലിൻ്റെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റിന്, ലിവർ ട്രാൻസ്പ്ലാന്റിന് ചിലവുണ്ട്. യു കനോട്ട് ഡിനൈ ദാറ്റ്. മിനിമം ഒരു 20 lakhs ആ ഒരു ഇതിനൊക്കെ ഓരോ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് മരുന്നുകളും അതിൻ്റെ ICU ഇതൊക്കെ കൂടെ വരിക. അതൊന്നും ആർക്കും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ദെയർ. നമ്മൾ ഇത് കൊടുത്താലേ സാധനം മേടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര മണിക്കൂറുണ്ട്, എത്ര ICU. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യം. അത് ഈ ഓർഗൻ കിട്ടിയോണ്ടല്ല. ഓർഗൻ ഇവർക്ക് അങ്ങനെ വിൽക്കാനുള്ള സാധ്യത അബ്സല്യൂട്ട് സീറോ ആണ്. സീറോ ഒരിക്കലും പാടില്ല, ആരും ചെയ്യില്ല. അതുപോലെ സ്കിൻ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത്, ആ സ്കിൻ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊരു കോസ്റ്റ് ഉണ്ട്. ഫ്രീസർ, അതിൻ്റെ സ്റ്റാഫ്, അതിന് പ്രിപ്പയർ ചെയ്യാൻ, ആ കോസ്റ്റ് മാത്രമാണ് അവരൊക്കെ എടുക്കുക. അത് ഇല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അല്ലാതെ നെവർ സെല്ലിങ് ഇറ്റ്. അതൊരു മിസ്കൺസെപ്ഷനാണ് ഈ ഓർഗൻ എടുത്തിട്ട് വിൽക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിന് എത്ര തുക എക്സ്പെൻസ് വരും? അപ്രോക്സിമേറ്റ്ലി ഞങ്ങൾ പറയുക ഒരു 18 to 22 lakhs ഒക്കെ ആകും 1 month. ഈ സർജറി പ്ലസ് എടുക്കുന്ന എഫർട്ടിൻ്റെ ടൈമിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ്. കാരണം ഞാൻ പറഞ്ഞ പോലെ 18 hours സർജറി, 40 people, ഇത് തന്നെയാണ് മിക്കവാറും എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഫ്രീ ആണ്, പക്ഷേ മെഡിസിൻസിനൊക്കെ എല്ലാം വേണം. മസ്റ്റ് കം ടു അറൗണ്ട് 4-5 lakhs ഒക്കെ വരുമായിരിക്കും മെഡിസിൻസ് ഒക്കെ കൂടെ. ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണ് സാധാരണക്കാരെ സംബന്ധിച്ച്. അതുപോലെ ഒരുപാട് അറിവില്ലായ്മകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടറുടെ ഇത്രയും നേരത്തെ സംസാരത്തിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നന്ദി. താങ്ക് യു.